ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു IAS ഫാക്ടേഴ്സ് ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സൺഡേ December 15th ആണ്. സോ ആസ് യൂഷ്വൽ നിങ്ങൾക്കറിയാം, സൺഡേ ആകുമ്പോൾ എഡിറ്റോറിയൽസ് ഒന്നും ഇല്ലെങ്കിൽ പോലും എഡിറ്റോറിയൽസിനെക്കാട്ടും കൂടുതൽ പേജുകൾ, സയൻസ് ആൻഡ് ടെക്നോളജി പേജുകൾ, അങ്ങനത്തെ കുറേ പേജുകൾ ഇതിൽ പ്രധാനമായിട്ടും വരാറുണ്ട്. സോ ഞാൻ വിചാരിച്ചു ഇന്ന് നാഷണൽ ന്യൂസിനെക്കാട്ടും കൂടുതൽ വാർത്തകൾ വരുന്നത് ഈ സെക്ഷനിലാണ്. സോ ഐ സ്റ്റാർട്ട് ഓഫ് വിത്ത് ഈ ഒരു സെക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കറണ്ട് അഫയേഴ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് നിങ്ങൾക്ക് അറിയുന്ന പോയിന്റ് തന്നെയാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഓഫ് വിത്ത് ദിസ് പോയിന്റ്. ഇതൊന്നും നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് പോവാം. സോ അവിടെ നമുക്ക് അങ്ങോട്ട് എങ്ങനെയാണെന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളോട് ഡിസ്കസ് ചെയ്ത് പോവാം. സോ പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നമ്മൾ നോക്കേണ്ടത്, വൈസ് പ്രസിഡന്റ് ബി ഇംപീച്ച്ഡ്? വൈസ് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാൻ പറ്റുമോ? ഇന്നലത്തെ ന്യൂസ് പേപ്പറിലൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ വളരെ കൃത്യമായിട്ട് വളരെ ക്വിക്കായിട്ട് പറഞ്ഞു പോവാം. നമ്മുടെ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓട്ടോമാറ്റിക്കലി ഇസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് ദ രാജ്യസഭ. രാജ്യസഭയുടെ ചെയർമാൻ തന്നെയാണ്. പൊളിറ്റി പഠിക്കുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇവിടെ തന്നെ നമുക്ക് കിട്ടും. നമ്മുടെ വൈസ് പ്രസിഡന്റ് തന്നെയാണ് രാജ്യസഭയുടെ ചെയർമാൻ ആയിട്ടുള്ളത്. സോ നമുക്ക് രാജ്യസഭ ലോക്സഭ ഉള്ളപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോളാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെ ഇംപീച്ച് ചെയ്യാന്ന് പറയുമ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റണം എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്കാണ് ഒപ്പോസിഷൻ പാർട്ടി എത്തിയിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ ഇംപീച്ച് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇംപീച്ച് ചെയ്യാൻ സാധിക്കുമോ? സാധിക്കും, വളരെ. പക്ഷേ നോ കോൺഫിഡൻസ് മോഷൻ ആണ്. നോൺ കോൺഫിഡൻസ് മോഷൻ അഗെയിൻസ്റ്റ് ഒരു നോ കോൺഫിഡൻസ് മോഷൻ അഗെയിൻസ്റ്റ് നമ്മൾ പറയത്തില്ല, അവിശ്വാസ പ്രമേയം എന്നൊക്കെ പറയുന്ന പോലെ ഒരു നോ കോൺഫിഡൻസ് മോഷൻ വൈസ് പ്രസിഡന്റിന് അഗെയിൻസ്റ്റ് കൊണ്ടുവരാൻ പറ്റും. സോ അതിൻ്റെ കുറേ ടേംസ് ഉണ്ട്. വൈസ് പ്രസിഡന്റിന് അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആസ്പെക്റ്റുകൾ എന്താണെന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. ഈ എഡിറ്റോറിയൽ എടുക്കുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ ഇമ്മീഡിയറ്റ്ലി നമുക്ക് നോക്കാവുന്ന കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന്, നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 63 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഉണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 63. പിന്നീടാണ് 64 വരുന്നത്. 64 എന്ന് പറയുന്നത് ദർ ഇസ് എൻ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ. വൈസ് പ്രസിഡന്റ് ആയിരിക്കും എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്നത്. 64നെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് 67. ആർട്ടിക്കിൾ 67ലാണ് വൈസ് പ്രസിഡന്റിന് റിമൂവൽ പറയുന്നത്. സോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ ഉറപ്പായിട്ടും പോളിറ്റിയിലേക്ക് പോകുമ്പോൾ പ്ലീസ് ബി വെരി ഷുവർ അബൌട്ട് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാൻ പറ്റുമോ? വൈസ് പ്രസിഡന്റിനെ നമ്മൾ എന്തായാലും പഠിക്കുന്നുണ്ട്. പ്രൈം മിനിസ്റ്ററിനെ എങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റുമോ? അതിപ്പോൾ റിമൂവ് ചെയ്യണമെങ്കിൽ വേറെ പ്രൊസീജിയേഴ്സ് ഇല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ജഡ്ജിമാരെ എങ്ങനെ റിമൂവ് ചെയ്യാം? ഈ ജഡ്ജ് ഇംപീച്ച്മെന്റും കറണ്ട് അഫയേഴ്സിലുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ടോപ്പിക്കും വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. സോ ഇത്രയും ആർട്ടിക്കിൾ 63 വൈസ് പ്രസിഡന്റ്, 64 ആൻഡ് 67 ആണ് റിമൂവലിനെ കുറിച്ച് പറയുന്നത്. ഇനി റിമൂവൽ ഒന്നും ഇല്ലെങ്കിലും വൈസ് പ്രസിഡന്റിന് വേറെ ഒരുപാട് വഴികളുണ്ട്. വൈസ് പ്രസിഡന്റ് വേണമെങ്കിൽ റിസൈൻ ചെയ്യാം. റിസൈൻ ചെയ്യണമെങ്കിൽ ലെറ്റർ കൊടുക്കണം. പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് ലെറ്റർ കൊടുത്താൽ മതി. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു പിന്നെ ഇതാണ് പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവരുമ്പോൾ 14 ദിവസത്തെ നോട്ടീസ് കൊടുക്കാനുള്ളതും കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. 14 day നോട്ടീസ് പീരീഡ് ഉണ്ട്. ഇനി ഇത് എന്തുകൊണ്ടാണ് ജഗ്ദീപ് ധൻഖറിനെതിരെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇംപാർഷ്യലായി പെരുമാറി എന്നാണ് കോൺഗ്രസ് പാർട്ടി പറയുന്നത്. ബേസിക്കലി വൈസ് പ്രസിഡന്റ് ആണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും ലോക്സഭാ സ്പീക്കർ ആണെങ്കിലും എല്ലാവരും പറയാറുണ്ട്, സെലക്ട് ചെയ്ത പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ ഉണ്ടെങ്കിലും ദേ ഷുഡ് ബി അപൊളിറ്റിക്കൽ. അവർ നിഷ്പക്ഷമായിട്ട് പെരുമാറേണ്ട ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു അലിഗേഷന്റെ പേരിലാണ് ഇത് സംഭവം വരുന്നത്. സോ ലെറ്റ്സ് ടേക്ക് നമുക്ക് ഇതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നമുക്ക് ഇത് തന്നെ എടുത്ത് നോക്കാം റാൻഡമായിട്ട്. കണ്ടോ, ആർട്ടിക്കിൾ 67 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 1950, വൈസ് പ്രസിഡന്റ് ഷാൽ ഹോൾഡ് എൻ ഓഫീസ് ഫോർ 5 years ആണ് പറയുന്നത്. 5 വർഷത്തേക്ക് വൈസ് പ്രസിഡന്റ് ഇരിക്കാം. ഹി മേ ബി ബൈ റൈറ്റിംഗ് അണ്ടർ ഹിസ് ഹാൻഡ് അഡ്രസ് ടു ദ പ്രസിഡന്റ്. റിസൈൻ ചെയ്യാനുള്ള ഓഫീസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ റിസൈൻ ചെയ്യാനുള്ള സംഭവമുണ്ട്. 5 year ആണ് ടേം എന്ന് ഓർത്ത് വെക്കുക. റിമൂവൽ എങ്ങനെയാണ്? ഫ്രം ഹിസ് ഓഫീസ് ബൈ എ റെസൊല്യൂഷൻ ഓഫ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് പാസ്ഡ് ബൈ മെജോറിറ്റി ഓഫ് ഓൾ ദെൻ മെമ്പേഴ്സ് ഓഫ് ദ കൗൺസിൽ എഗ്രി ടു ദ ഹൗസ് ഓഫ് പീപ്പിൾ. സോ ആദ്യം മനസ്സിലാക്കേണ്ടത്, രാജ്യസഭയിൽ തന്നെ ഇത് പാസ്സാക്കണം. അവിടെ മെജോറിറ്റി, അവിടെ പ്രസന്റ് ആയിട്ടുള്ള ആൾക്കാർ ഒരു മെജോറിറ്റി ഉണ്ടെങ്കിൽ ഇത് പിന്നീട് ലോക്സഭയിലും കൊണ്ടുവരണം. ലോക്സഭയിലും നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ എഗ്രീഡ് ബൈ ദ ഹൗസ് ഓഫ് പീപ്പിൾ. യെസ്, എക്സാക്ട്ലി. അവിടെ ലോക്സഭയിലും ഇത് എഗ്രി ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് ശരിക്കും സംഭവിക്കുന്നത്. ഈ 14 days നോട്ടീസ് പീരിയഡ് ഷുഡ് ബി ഗിവൺ ടു ദ റെസൊല്യൂഷൻ. വൈസ് പ്രസിഡന്റ് ഷാൽ നൗ വിത്ത്സ്റ്റാൻഡിംഗ് ദ എക്സ്പിറേഷൻ ഓഫ് കണ്ടിന്യൂ ടു ഹോൾഡ് ഓഫീസ് അൺടിൽ ഹിസ് സക്സസർ വരുന്നവരെ വൈസ് പ്രസിഡന്റിന് അവിടെ തന്നെ നിൽക്കാനുള്ള അധികാരവും ഉണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി ഇതിനകത്ത് പറയുന്ന ഒരു ആർട്ടിക്കിളാണ്. പിന്നെ
വൈസ് പ്രസിഡന്റിന്റെ മറ്റു കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അതേപോലെ തന്നെ ടേക്ക് അനദർ എക്സാമ്പിൾ ഓഫ് ദി ഇതേപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട വൈസ് പ്രസിഡന്റ് എങ്ങനെയാണ് എക്സ്പിറേഷൻ ഓഫ് ടേം. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ അതിനകത്ത് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ നമ്മൾ ഇനി തിരിച്ച് ന്യൂസ് പേപ്പറിലേക്ക് വരാം. ഇത് ഓൾറെഡി ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ തിരിച്ച് ന്യൂസ് പേപ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ടേക്ക് ആൻ ഐഡിയ ഓഫ് ദിസ്. ആർട്ടിക്കിൾ 92 പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 92 അനുസരിച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വൈസ് പ്രസിഡന്റിന് ഇങ്ങനെ ഒരു റെസൊല്യൂഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹൗസിന്റെ നോർമൽ കോഴ്സ് ഓഫ് സംഭവങ്ങളിൽ പങ്കെടുക്കാം. ഇതിനകത്ത് പ്രിസൈഡ് ചെയ്യാൻ പറ്റില്ല, ഹെഡായിട്ടിരിക്കാൻ പറ്റില്ല, ഇതേപോലെ ചെയറിൽ പക്ഷേ ഇതിന് പങ്കെടുക്കാം, പക്ഷേ വോട്ടിംഗ് അധികാരവും ഇല്ല. ബട്ട് ഹി കനോട്ട് പ്രിസൈഡ്, ഇത് ഹെഡായിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പം ഇതൊക്കെ ഞാൻ ഡെഫിനറ്റ്ലി ഇതിനകത്ത് വായിക്കുമ്പോൾ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളാണ്. എഗ്രി ടു നമ്മൾ ഓൾറെഡി പറഞ്ഞില്ല 67B എന്ന് പറയുന്ന പോലെ എങ്ങനെ റിമൂവ് ചെയ്യാം. മെജോറിറ്റി രാജ്യസഭയിൽ കിട്ടി, അതേപോലെ മെജോറിറ്റി ലോക്സഭയിലും വേണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. കാരണം പറയുന്നുണ്ട് 14 ദിവസത്തെ നോട്ടീസ് പീരീഡും കൊടുക്കണം, ഇല്ലാത്ത പക്ഷം അത് കൊടുക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. സോ ഇനി പ്രധാനപ്പെട്ട ചോദ്യം, ഇപ്രാവശ്യം ഈ വൈസ് പ്രസിഡന്റിനെ ജഗ്ദീപ് ധൻഖറിനെ ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഡിസംബർ 20 വിന്റർ സെഷൻ അവസാനിക്കും. ഈ വിന്റർ സെഷൻ അവസാനിക്കുമ്പോഴും 14 ദിവസത്തെ നോട്ടീസ് പീരീഡ് ആവില്ല. പാർലമെന്റ് സെഷനിൽ ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, ഒബ്വിയസ്ലി മെജോറിറ്റി കിട്ടില്ല. കാരണം കോൺഗ്രസിനും ഒപ്പോസിഷനും അത്രയും മെജോറിറ്റി ഇല്ല. BJPക്ക് തന്നെയാണ് മെജോറിറ്റി. അപ്പോൾ ഒരിക്കലും ഡെഫിനറ്റ് ആയിട്ടും ഇങ്ങനെ ഒരു റിമൂവലിന് വേണ്ടി അത് നടക്കില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും സംഭവം നമുക്ക് മനസ്സിലാവുന്നത്. സോ ഇത്രയും കാര്യങ്ങളും ഇതിൻ്റെ ആർട്ടിക്കിൾസും വേരിയസ് കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഞാൻ ഓൾറെഡി ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത കുറേ ആർട്ടിക്കിൾസ് ഉണ്ടല്ലോ, 64, 63, 67 ക്ലോസ് B, അങ്ങനത്തെ കുറേ കാര്യങ്ങളും ഇതിനകത്ത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് പ്രധാനപ്പെട്ട ഈ ഒരു ആർട്ടിക്കിളിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. സോ നോ അബൌട്ട് ദിസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു സംഭവം നമ്മൾ പഠിപ്പിച്ചത്. ഇനി അടുത്തത് പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് സിറിയൻ ക്രൈസിസ് തന്നെയാണ്. ഈ സിറിയൻ ക്രൈസിസ് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് 2-3 കാര്യങ്ങളൂടെ മനസ്സിലാക്കണം. സോ ആദ്യം മനസ്സിലാക്കുക, സിറിയ എന്ന് പറയുന്ന സ്ഥലം ഒബ്വിയസ്ലി വർഷങ്ങളായിട്ട് ബാത്ത് പാർട്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ അസാദ് ഗവൺമെന്റ് എത്രയോ വർഷങ്ങളായിട്ട് ബഷർ അൽ അസാദിന്റെ കീഴിലായിരുന്നു ഇത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ അസാദ് ഗവൺമെന്റിന്റെ താഴെ സിറിയയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ടർക്കിഷ് സപ്പോർട്ടുള്ള ആൾക്കാരുണ്ട്. അതേപോലെ പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ HTS എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. പണ്ട് അൽഖ്വയ്ദനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു ഗ്രൂപ്പാണ് ഹയത് താഹിർ അൽ ഷം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആളാണ്. അതിൻ്റെ തന്നെ അബു മുഹമ്മദ് ജൊലാനി എന്ന് പറയുന്ന ഒരാൾ നയിക്കുന്ന ഒരു ഇതാണ്. അതേപോലെ തന്നെ മറ്റ് മിലിഷ്യാസ് ഉണ്ട്, അവിടെയുള്ള മറ്റ് മിലിറ്ററി പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്. അവിടുത്തെ സിറിയൻ ആർമി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ സിറിയൻ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറയുന്ന SDF എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. കുർദിഷ് ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെ കുറേ ഗ്രൂപ്പുകളുണ്ട്. ഇവരെല്ലാം സിറിയൻ ഗവൺമെന്റ് പോകണം, അല്ലെങ്കിൽ ഇവിടെ അസാദ് ഗവൺമെന്റ് വീഴണമെന്ന് ആഗ്രഹിച്ചിരുന്ന കുറേ ആൾക്കാരാണ്. പോരാത്തതിന് ഇതിന്റെ മുകളിൽ നമുക്ക് മനസ്സിലാക്കാം, ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ഈ ഓൾറെഡി ഇവിടെ ഗവൺമെന്റ് ഉണ്ടെങ്കിലും ഇപ്പുറത്തെ സൈഡിൽ ഇതുപോലെ ഒരുപാട് ഫാക്ഷൻസ് ഉണ്ട്. ഇവരെ മറികടക്കാൻ അത്ര കോംപ്ലിക്കേറ്റഡ് ആണ് സിറിയയുടെ അവസ്ഥ. അപ്പൊ ഇവിടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ പല രീതിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്ത് അസാദ് ഗവൺമെന്റ് താഴെ പോയി. ദേ ആർ കംപ്ലീറ്റ്ലി ഡൗൺ. സോ ബഷർ അൽ അസദ്, സിറിയയുടെ പ്രസിഡന്റ്, ഹാസ് ഫാളൻ. അവർ താഴെ പോയി. അപ്പൊ ഇവർ താഴെ പോയപ്പോൾ ഉള്ള പ്രധാന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിതിന്റെ ആൾക്കാരെ മനസ്സിലാക്കണം. സോ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ പ്രധാനമായിട്ടും അവർ റഷ്യയിൽ പോയി, ഇയാൾ താഴെ വീണിട്ട് ഇയാൾ റഷ്യ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, റഷ്യ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇയാൾ റഷ്യയിൽ പോയി. എന്തായാലും അവിടുത്തെ പ്രധാനപ്പെട്ട ആൾ നഷ്ടപ്പെട്ടുകൊണ്ട് നമുക്ക് ഇനി മനസ്സിലാക്കാം അവിടെ ആരാണ് ഉള്ളതെന്നുള്ളത്. ഒന്ന് HTS ഉണ്ട്. HTS എന്ന് പറയുന്നത് ഹയത് താഹിർ അൽ ഷം എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് ഗ്രൂപ്പാണ്. പണ്ട് അൽഖ്വയ്ദയുടെയൊക്കെ ഭാഗമായിരുന്നു വർക്ക് ചെയ്ത ഒരു HTS ഉണ്ട്. നമുക്ക് നോക്കാം. സോ ദർ ഇസ് എ മെൻഷൻ ഓഫ് HTS ഉണ്ട്. അതേപോലെ തന്നെ SNA, സിറിയൻ നാഷണൽ ആർമി. ഇതെന്ന് പറയുന്നത് ഒരു ടർക്കിഷ് പ്രോക്സിയാണ്. തുർക്കി പഴയ സിറിയൻ ഗവൺമെന്റിന്, സിറിയൻ ഡിഫൻസ് ഫോഴ്സസിന് വിട്ടുപോയ ആൾക്കാരെല്ലാം തുർക്കിയുടെ സപ്പോർട്ടോടെ നിൽക്കുന്ന സിറിയൻ നാഷണൽ ആർമി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതേപോലെ തന്നെ സിറിയൻ ഫ്രണ്ട് ഉണ്ട്, അതായത് സതേൺ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഇതും കുറെ മിലിറ്ററി ഗ്രൂപ്പുകളാണ്. സിറിയയുടെ സതേൺ ഭാഗത്തുള്ള കുറെ മിലിറ്ററി ഗ്രൂപ്പാണ് സതേൺ ഫ്രണ്ട് എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ SDP, വെരി ഇമ്പോർട്ടൻറ്റ്, സിറിയൻ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ആണ്. ഇത് കൂടുതലും കുർദിഷ് ഗ്രൂപ്പുകളാണ്. കുർദിഷ് എന്ന് പറയുന്ന അവിടുത്തെ ഗ്രൂപ്പുകളാണ് സിറിയൻ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ 1, 2, 3, 4 ഇത്രയും ആൾക്കാർ ഇപ്പോഴും ഈ സിസ്റ്റത്തിന്റെ ഭാഗമാണ്.
സോ എന്തായിരിക്കും സിറിയയുടെ ഭാവി എന്നുള്ളത് ഇവരെല്ലാവരും നിൽക്കുന്നുണ്ട്. ഇവരെല്ലാവരും ഇതിന്റെ പ്രധാനപ്പെട്ട പ്ലെയേഴ്സ് ആണ്. എന്തായാലും അസാദ് ഗവൺമെന്റിന് താഴെ ഇട്ടു. അസാദ് ഗവൺമെന്റ് താഴെ ഇട്ടെന്ന് മാത്രമല്ല, ആൾ റഷ്യയിലേക്ക് ഓടിപ്പോയി. അപ്പൊ ഇനി ഇവരെല്ലാവരും കൂടെ ചേർന്ന് HTSന്റെ കയ്യിലാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ ഇരിക്കുന്നത്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഈ ഹയത്ത് താഹിർ അൽ ഷം, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അബു മുഹമ്മദ് ജൊലാനിയുടെ കയ്യിലാണ് ഇതിന്റെ കാര്യങ്ങൾ മുഴുവൻ ഇരിക്കുന്നത്. പ്ലസ് വേറെയും കാര്യങ്ങളുണ്ട്. സിറിയയിൽ ഒരുപാട് എക്കണോമിക് ക്രൈസിസ് ഉണ്ടായിരുന്നു. ഓൾറെഡി ഭയങ്കരമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ GDP shrank by 87% in the past 13 years. GDP ഒക്കെ തകർന്നു കൊടുക്കുകയാണ്. ആൻഡ് 68 ബില്യൺ അത്രയും കടങ്ങളും. ഇതിന് മുകളിൽ കൂടെ വെസ്റ്റേൺ സാങ്ഷൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സും മറ്റ് രാജ്യങ്ങളും വെസ്റ്റേൺ രാജ്യങ്ങളും സാങ്ഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ എക്കണോമി മൊത്തത്തിൽ തകർന്നിരിക്കുക. ട്രേഡ് കാര്യങ്ങളൊന്നുമില്ല, ഇതെല്ലാം തകർന്നിരിക്കുക. ഇനി പ്രധാനപ്പെട്ട വേറൊരു കാര്യം, ഇവരുടെ ആലൈസ്, ഇവരെ സപ്പോർട്ട് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ആൾക്കാർ, ആലൈസ് എന്ന് പറയുമ്പോൾ ഒന്ന് ഇറാൻ, വെരി ഇമ്പോർട്ടൻറ്റ്, ആൻഡ് സെക്കൻഡ് ഇസ് റഷ്യ. ഈ ആലൈസിന്റെ അവസ്ഥ, ഇവരുടെ അവസ്ഥ മോശമായി. ഇവർക്കിപ്പോൾ സിറിയ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. റഷ്യക്ക് യുക്രൈൻ വാർ വന്നപ്പോൾ അവർ ഭയങ്കര ബിസിയായി. ഇറാന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഏത് സമയത്തും ഇസ്രായേലിന്റെ എയർ സ്ട്രൈക്കും പേടിച്ച് കഴിയുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇതിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാവണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായ സിറിയയുടെ പ്രശ്നം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. ഇനി എന്താവും സിറിയയുടെ അവസ്ഥ എന്നുള്ളത് ഞാൻ ഈ പറയുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് സമ്മറിയാണ് കേട്ടോ. നമുക്കിത് മുഴുവൻ വേർഡ് ബൈ വേർഡ് എടുക്കണമെങ്കിൽ ഞാൻ മുഴുവൻ സിറിയൻ ക്രൈസിസ് ഒരു ഒറ്റ ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ടി വരും. ഐ ഡെഫിനറ്റ്ലി ടീച്ച് യു ഇൻ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്, നമ്മുടെ ലൈവ് വരുന്ന സമയത്ത് കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഞാൻ എടുത്തുതരാം. സോ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇനി ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദർ ഇസ് എ പോർട്ട് സംതിങ് കോൾ, ഇതിനകത്ത് പ്രധാനപ്പെട്ട ഇപ്പം ഞാൻ കണ്ടതേ ഉള്ളൂ, പോർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ യു ഷുഡ് ബി അവെയർ അബൌട്ട് ദിസ് ഇസ് ദ പോർട്ട് നേവൽ ബേസ് ഇൻ ടാർട്ടസ്. എവിടെയാണ് ടാർട്ടസ് എന്നുള്ളത്? ഒരു പോർട്ട് സിറ്റിയാണ്. മെഡിറ്ററേനിയനിലാണ് ഈ സിറ്റി ഉള്ളത്, ടാർട്ടസ്. എവിടെയെങ്കിലും നിങ്ങൾ ഈ വാക്ക് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. സോ നോ അബൌട്ട് വാട്ട് യു മീൻ ബൈ ടാർട്ടസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സമ്മറി അല്ലെങ്കിൽ കഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് മനസ്സിലായി. ഇനി അടുത്തത്, ഹൗ ക്യാൻ ജീൻ തെറാപ്പി ക്യൂർ ഹീമോഫീലിയ എ. അപ്പോൾ ഇതിൽ ഹീമോഫീലിയ എ, ഹീമോഫീലിയ ബി എന്നൊക്കെ പറഞ്ഞ കുറേ കാറ്റഗറി ഉണ്ടെങ്കിൽ നമുക്ക് അത് വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം ഡിസ്കസ് ചെയ്ത് പോവാം. ഇത് മൊത്തം വായിച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഞാനൊരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ അല്ല, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ സിംപ്ലിസ്റ്റിക് ടേമിൽ മനസ്സിലാക്കുമ്പോൾ എന്താണ് ഹീമോഫീലിയ, മിനിയാന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. ഹീമോഫീലിയ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ബ്ലഡ്, നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ പാടായിരിക്കും. അതായത് ഇറ്റ് പ്രിവെൻറ്റ്സ് ദ ബ്ലഡ് ക്ലോട്ട് ഫ്രം, അത് കറക്റ്റായിട്ട് ക്ലോട്ടിങ് ഇഷ്യൂസ് ഉണ്ടായി ഭയങ്കര ബ്ലീഡിങ് ഉണ്ടാവും. നമ്മുടെ പ്രോപ്പറായിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായ എക്സസീവ് ബ്ലീഡിങ് ഉണ്ടാവും ഹീമോഫീലിയ ഉള്ള ആൾക്കാർക്ക്. ഇത് പ്രോപ്പർലി ഇത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് തന്നെ ബ്ലഡിന് ഭയങ്കര ഈ ക്ലോട്ടിങ്ങിൻ്റെ ഇഷ്യൂ കാരണം ബ്ലീഡിങ് ഭയങ്കര ഹൈ ആയിരിക്കും, നിൽക്കില്ല. അതുകൊണ്ട് ഇഞ്ചുറി വന്ന ഭയങ്കര ലോസ് ഓഫ് ഇത് വരും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇത് എന്തുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു ഫോൾട്ടി ജീൻ ഉണ്ട്. ഒരു ഫോൾട്ടി ജീൻ ഉണ്ടല്ലോ, നമ്മുടെ ഒരു ഫോൾട്ടി ജീൻ ഉണ്ടാവും ഡെഫിനറ്റ്ലി. ഇത് ഫോൾട്ടി ജീൻ എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രിവെൻറ്റിങ്, ബോഡിയിൽ ഇനഫ് ആയിട്ടുള്ള പ്രോട്ടീൻസ് വേണമല്ലോ. ഡെഫിനറ്റ്ലി നമുക്ക് ക്ലോട്ടിങ്ങിനും പുതിയതായിട്ട് പ്രോട്ടീൻസ് വേണം. സോ ബോഡി ഈസ് പ്രിവെൻറ്റിങ് ഇനഫ് പ്രോട്ടീൻ. ഈ പ്രോട്ടീൻ കറക്റ്റായിട്ടൊക്കെ വന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഇതൊക്കെ നിർത്താൻ പറ്റുള്ളൂ. പക്ഷെ ആ ഒരു ജീൻ ഫോൾട്ടി ആയതുകൊണ്ട് ഇത് വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് ഇങ്ങനെ ഓവർ ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിന് സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, പണ്ടത്തെ രീതിയിൽ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. നമ്മൾ ഈ ഫോൾട്ടി ജീനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് വേറെ രീതിയിൽ നമുക്ക് കൊണ്ടുവരാം. പക്ഷെ ഇപ്പോൾ പുതിയ സംഭവം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റീപ്ലേസ്മെന്റ് തെറാപ്പിയാണ്. ജീൻ തെറാപ്പീൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ പറയുന്നത് റീപ്ലേസ്മെന്റ് തെറാപ്പി കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തായാലും ഒരു ഫോൾട്ടി ജീൻ ഉണ്ട്, അതുകൊണ്ടാണ് പ്രോപ്പറായിട്ട് നമുക്ക് ഈ ബ്ലീഡിങ് നിൽക്കാത്തത്. അപ്പോൾ ഒരു റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു പ്രോട്ടീൻ ഉണ്ടല്ലോ, വർക്ക് ചെയ്യാത്തൊരു പ്രോട്ടീൻ അല്ലെങ്കിൽ ഫോൾട്ടായിട്ട് നിൽക്കുന്ന ആ ഒരു പ്രോട്ടീനുള്ള സംഭവം മിസ്സിംഗ് പ്രോട്ടീൻ നമുക്ക് വിളിക്കാം. ആ ഒരു മിസ്സിംഗ് പ്രോട്ടീന് വേണമെങ്കിൽ ഇൻജെക്റ്റ് ചെയ്യാം, നമുക്കിത് ഇൻജെക്റ്റ് ചെയ്ത് കയറ്റാം. അതുവഴി നമുക്ക് ഈ ഹീമോഫീലിയ കൺട്രോൾ ചെയ്യാമെന്നാണ് പറയുന്നത്. ആൻഡ് ഓൾറെഡി ഇവിടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്, വളരെയധികം കോസ്റ്റ് ഉള്ള സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇതിന് റീപ്ലേസ്മെന്റ് തെറാപ്പി വരുമ്പോൾ ഒരു സംഭവം ബെറ്റർ ആവുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. സോ നമുക്കിതിനകത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ റോക്ടാവിയൻ, ഇതിൽ തന്നെ പറയുന്നുണ്ട് 2-3 ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് കണ്ടോ, ഇറ്റ്സ് കോൾഡ് റോക്ടാവിയൻ. ഒന്ന് വിളിക്കുന്ന പേരാണ് റോക്ടാവിയൻ എന്നുള്ളത്. ഇതും വേറൊന്നുമല്ല, റോക്ടാവിയൻ ഇസ് ഓൾസോ സംതിങ് വെരി സിമിലർ.
യു എസിലൊക്കെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഹീമോഫീലിയ എ, യു എസിലൊക്കെ അപ്രൂവ് ചെയ്തിട്ടുള്ള ഹീമോഫീലിയ എക്ക് വേണ്ടിയുള്ള ഒരു അപ്രൂവ്ഡ് ട്രീറ്റ്മെന്റ് ടെക്നിക്കും കൂടാണ് ഇതെന്ന് പറയുന്നത്. ഈ റൊക്ടാവിയൻ 3 ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടേക്ക് എൻ എക്സാമ്പിൾ ഓഫ് റൊക്ടാവിയൻ. ഇത് എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഒരു ഹാംഫുൾ വൈറസ് യൂസ് ചെയ്യും. ഈ വൈറസ് ആണ് ഡെലിവർ ചെയ്യുന്നത്. എന്താണ് ഡെലിവർ ചെയ്യുന്നത്? വാട്ട് ഈസ് ഡെലിവറിങ്? ഡെലിവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ കറക്റ്റഡ് ജീൻ ഈ വൈറസ് ആണ് ഡെലിവർ ചെയ്യുന്നത് ടു ദ ലിവർ. ഇത് വന്നു കഴിയുമ്പോൾ, ലിവറിലേക്ക് വന്നു കഴിയുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ റൊക്ടാവിയം യു എസിൽ ചെയ്യുന്നതാണ്. ഹീമോഫീലിയ എക്ക് യു എസിൽ വളരെ അപ്രൂവ്ഡ് ആയിട്ടാണ്. ഒരു ഹാംലെസ് വൈറസ് ആണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഡെലിവർ ചെയ്യുന്നത്. കറക്റ്റഡ് ജീനിനെ ലിവറിലേക്ക് കൊണ്ട് ഡെലിവർ ചെയ്യുന്നത് ഭയങ്കര എക്സ്പെൻസീവ് പ്രോസസ്സാണ്. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും നമുക്ക് അതർ ഫോംസ് ഓഫ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻക്ലൂഡിങ് ഡെസ്മോപ്രസിൻ, DDAP എന്ന് പറയുന്ന ഹോർമോണൊക്കെ ഉണ്ട്. ഞാൻ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളിലേക്ക് പോയാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇനി വേറൊരു ടെക്നോളജി എന്ന് പറയുന്നത് വെല്ലൂർ ട്രയൽ എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ്. ഇറ്റ്സ് കോൾഡ് വെല്ലൂർ ട്രയൽ എന്ന് പറയുന്നത്. ഇത് വേറെ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ ഇതേപോലെ തന്നെ ഡെലിവർ ചെയ്യുന്നതാണ്, ജീൻ ഡെലിവർ ചെയ്യുന്നതാണ്. പക്ഷെ ലെന്റി വൈറസ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമുണ്ട്. ലെന്റി വൈറസ് എന്ന് പറയുന്ന സംഭവം ത്രൂ ആണ് ജീൻ ഡെലിവർ ചെയ്യുന്നത്. സോ ഇത് രണ്ട് ടെക്നിക്കിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളിത് മൊത്തം വായിച്ചു നോക്കിയാൽ തന്നെ എന്താണ് ഹീമോഫീലിയ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു പോർഷനിൽ ക്ലോട്ടിംഗ് ഫാക്ടർ ഒക്കെ പറയുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ സംഭവങ്ങൾ ഹീമോഫീലിയ ട്രീറ്റഡ് അഫോർഡബിൾ എന്നെ കുറിച്ചും പറയുന്നുണ്ട്. സോ 2 ടൈപ്പ് ഓഫ് ടെക്നോളജിയെ കുറിച്ച് പറയുന്നുണ്ട്. റൊക്ടാവിയനും പറയുന്നുണ്ട്, അതേപോലെ വെല്ലൂർ ട്രയലിനെ കുറിച്ചിട്ടും ഇതിനകത്ത് പറയുന്നുണ്ട്. സോ ഇത് കണ്ടോ, യൂസിങ് ലെന്റി വൈറസ് ഇൻഫെക്ഷൻ, ലെന്റി വൈറസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സോ ഓൺലി 5 പേഷ്യൻസ് ഇൻ വെല്ലൂർ ആണ് ഇത് ഉപയോഗിക്കുന്നത്, ഇതിൻ്റെ വെല്ലൂർ ട്രയലിന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു പ്രധാന കാര്യം, ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ്. പക്ഷേ ഡെഫിനറ്റ്ലി റീപ്ലേസ്മെന്റ് തിയറി, നമ്മൾ ഇഞ്ചക്ഷനൊക്കെ കൊണ്ടുവന്ന് കുറച്ചും കൂടെ റീപ്ലേസ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ അത് വളരെ പെട്ടെന്ന് സംഭവിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. കുറച്ചുകൂടെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റണം. അപ്പോൾ അതാണ് ഇതിന്റെ തിയറി എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടാണ് ഇതിന്റെ സംഭവങ്ങൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, എന്തായാലും ഇത്രയും കൂടെ പഠിപ്പിച്ചു. എന്തായാലും ബാക്കിയുള്ള കാര്യം കൂടെ നമുക്ക് ഇതിനകത്ത് നോക്കാം. കാരണം ആദ്യത്തെ ഇതിനകത്ത് ഇന്നത്തെ ഏറ്റവും കൂടുതൽ ന്യൂസ് ഉള്ളത് ഇതിനകത്ത് സയൻസ് റിലേറ്റഡ് അങ്ങനത്തെ കാര്യങ്ങളാണ്. സോ ഐ തോട്ട് ഐ ആക്ച്വലി ഗിവ് യു ആൻ ഐഡിയ ഓൺ ദിസ്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. സോളിഡ് ഫേസ് അലോയിങ് ക്യാൻ ടേൺ മെറ്റൽ സ്ക്രാപ്പ് ഇൻ ടു ഹൈ വാല്യൂ അസറ്റ്സ്. സോ നമുക്ക് അറിയുന്നൊരു കാര്യം വളരെ സിമ്പിൾ ആയിട്ട്, നമ്മുടെ കയ്യിലുള്ള ഓൾഡ് മെറ്റൽ, ഈ മെറ്റൽ ഒരു ഉപയോഗവും ഇല്ലല്ലോ, നമ്മൾ റീസൈക്കിൾ ചെയ്തിട്ട് ഒരു ഗുണവും കിട്ടുന്നില്ല. ഈ ഓൾഡ് മെറ്റലിനെ, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഉദാഹരണത്തിന് അലുമിനിയം, ഇതൊക്കെ നമുക്ക് വളരെ ഹൈ വാല്യുബിൾ, ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ഈ പഴയ ഓൾഡ് മെറ്റലിനെ നമുക്ക് റീസൈക്ലിങ്ങിന് പകരം ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈ വാല്യുബിൾ മെറ്റൽ അലോയ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ അത് വളരെ നല്ല കാര്യമല്ലേ. ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു വാല്യുബിൾ മെറ്റൽ അലോയ്സ്, നമ്മുടെ പഴയ ഓൾഡ് മെറ്റലിനെ. അപ്പോൾ ഇതിന് അടുത്ത പ്രധാനപ്പെട്ട സംഭവമാണ്, സാധാരണഗതിയിൽ ഇത് മെൽറ്റ് ചെയ്യണം. നമ്മൾ മെൽറ്റ് ചെയ്ത് ഉരുക്കി കഴിഞ്ഞാലാണ് ഇത് സംഭവിക്കുക. പക്ഷെ അതും ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ട് മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയ ടെക്നോളജി കൊണ്ടുവരാൻ പോവാണ്. ഇത് മെൽറ്റ് ചെയ്യണ്ട. മെൽറ്റ് ചെയ്യാതെ വരുമ്പോൾ ഇറ്റ്സ് കോൾഡ് സോളിഡ് ഫേസ് അലോയ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഈ പ്രോസസ് ചെയ്ത് വെക്കണം. ഇതിൻ്റെ പേരാണ് സോളിഡ് ഫേസ് അലോയ്. സോളിഡ് ഫേസ് അലോയിങ് എന്നാണ് ഇതിൻ്റെ പേര്, സോളിഡ് ഫേസ് അലോയിങ്. അപ്പോൾ ഈ ടെക്നോളജി കൊണ്ട് ഇതെന്ന് വെച്ചാൽ മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മെൽറ്റ് ചെയ്യാതെ തന്നെ ഇത് ഭയങ്കരമായിട്ട് നമുക്ക് ആ വാല്യുബിൾ അലോയ് ആയിട്ട് നമുക്ക് പഴയ മെറ്റൽ സ്ക്രാപ്പിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഇത് ഭയങ്കര ഫാസ്റ്റർ ആണ്. സോ വെരി ഇമ്പോർട്ടൻറ്റ്, ഇത് ഭയങ്കര ഫാസ്റ്റർ ആണ്, കുറച്ചും കൂടെ ചീപ്പറാണ്. ഫാസ്റ്റർ ആണ്, ചീപ്പറാണ്, കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആണ്. ഇറ്റ്സ് മച്ച് മോർ ബെറ്റർ. സോ ഇറ്റ്സ് മച്ച് മോർ ബെറ്റർ, സ്ട്രോങ്ങർ, ചീപ്പർ ആൻഡ് ഫാസ്റ്റർ. മെറ്റൽസിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. സോ ഇതിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിന് മിക്സ് കൊണ്ടുവരും. സോ ഇതിന് നമുക്ക് ഇന്നോവേറ്റീവ് സോളിഡ് ഫേസസ് എന്ന് പറയുമ്പോൾ അലുമിനിയം സ്ക്രാപ്പിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യും? കോപ്പർ, സിങ്ക്, മാഗ്നീഷ്യം കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇത് സംഭവം കൊണ്ടുവരുന്നത്. വളരെ മിനിറ്റ്സ് ആണ്, ദിവസങ്ങളൊന്നും വേണ്ട, പിന്നെ മാറ്റർ ഓഫ് മിനിറ്റ്സ് തന്നെ നമുക്കിത് കൺവേർഷൻ നടക്കും. സോ റിമെമ്പർ, അലുമിനിയം സ്ക്രാപ്പ് വിത്ത് കോപ്പർ, സിങ്ക് ആൻഡ് മാഗ്നീഷ്യം ആണ് ഇത് കൊണ്ടുവരുന്നത്. ആൻഡ് ഇതിന്റെ കൂടെ വേറൊരു സംഭവം കൂടെ ഉണ്ട്. റിമെമ്പർ വാട്ട് ഈസ് കോൾഡ് എ ഷേപ്പ്. പരീക്ഷയ്ക്ക് ചോദിക്കാം, എന്താണ് ഷേപ്പ് എന്ന് പറയുന്നത്? ഇറ്റ്സ് കോൾഡ് ഷിയർ അസിസ്റ്റഡ് പ്രോസസ്സിംഗ് ആൻഡ് എക്സ്ട്രൂഷൻ ഓർ ഷേപ്പ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രോസസ്സാണ്, നമുക്കിത് സഹായിക്കുന്ന ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് ഷിയർ അസിസ്റ്റഡ് പ്രോസസ്സിംഗ് ആൻഡ് എക്സ്ട്രൂഷൻ ഓർ ഷേപ്പ് ടു അച്ചീവ് ദ റിസൾട്ട്സ്.
നമുക്ക് എങ്ങനെയാണ് ഇത് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്നത്, അലോയ് ആക്കാൻ പറ്റുന്നതിന് നമ്മളിപ്പോൾ 2 ട്രീറ്റ്മെന്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളോട് ഡിസ്കസ് ചെയ്തത്. ഒന്നെന്ന് പറയുന്നത്, പ്ലീസ് റിമെമ്പർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ബീങ് ദി സോളിഡ് ഫേസ് അലോയിങ്. സോളിഡ് ഫേസ് അലോയിങ്ങും പിന്നെ ഷേപ്പും, ഇതാണ് ഇതിന്റെ ടെക്നിക്ക്. ഇത്രയേ ഉള്ളൂ. ഈ മെൽറ്റിങ്ങിന് പകരം ഇത് കൊണ്ടുവന്നാൽ വളരെ ഇതായിരിക്കും. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ടെക്നോളജി ഇൻഡസ്ട്രിയിൽ, അപ്ലയൻസിൽ, ഇവിടെയൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. ഈ ഉപയോഗിക്കുന്ന പുതിയ അലോയ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഓൾറെഡി അത് അപ്ലയൻസിലും കൺസ്ട്രക്ഷനിലും വെഹിക്കിളിലും ഹൗസും ഉണ്ടാവും. വെഹിക്കിൾ, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ, ഹൗസ് ഹോൾഡ് അപ്ലയൻസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ആൻഡ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ 3D പ്രിന്റിങ്ങിനും വളരെ ഹെൽപ്ഫുൾ ആവും. ഇങ്ങനെ കൊണ്ടുവരുന്ന അലുമിനിയം റീസൈക്കിൾഡ് മെറ്റൽ അലോയ്സ് 3D പ്രിന്റിങ്ങിന് വളരെയധികം ഹെൽപ്ഫുൾ ആവുമെന്നുള്ള ഒരു റീസണും കൂടെ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ പ്ലീസ് റിമെമ്പർ എന്താണ് ആ സംഭവം. സോളിഡ് ഫേസ് അലോയിങ്ങും അതേപോലെ തന്നെ ഷിയർ അസിസ്റ്റഡ് പ്രോസസ്സിങ്, ഇതെല്ലാം മെറ്റൽ റീസൈക്ലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. മെൽറ്റ് ചെയ്യേണ്ട, നാളുകളും ദിവസങ്ങളൊന്നും വേണ്ട, വിത്തിൻ മിനിറ്റ്സ് കൊണ്ട് തന്നെ ഇത് സംഭവിക്കുന്നതാണ് പറയുന്നത്. അതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം. പിന്നെ സയൻസിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ബൊവൈൻ H5N1 ഡിസ്പ്ലേസ് പ്രൊനൗൺസ് ന്യൂറോട്രോഫിസം ഇൻ മെനി മാമൽസ്. ഇത് വേറൊന്നുമല്ല, ഈ H5N1 എന്ന് പറയുന്ന വൈറസ് ഡെഫിനറ്റ്ലി അത് ബേർഡ്സിൽ കണ്ടിരുന്ന ഒരു സംഭവമാണ്. സോ ഇതിൽ പ്രധാന 2 പുതിയ കാര്യങ്ങൾ ഇതിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൽ ഈ H1 ഇതിൽ വൈറസിൽ തന്നെ നമ്മൾ കണ്ടുപിടിച്ച്, സാധാരണ നമുക്ക് നോക്കാം, ഇതൊരു ബേർഡ് ഫ്ലൂ ആണ്. സാധാരണ ഞാൻ ഇതിന്റെ സമ്മറിയാണ് പറയുന്നത്. സാധാരണ ഈ ബേർഡ് ഫ്ലൂ എന്ന് പറയുന്നത് കൂടുതലും നമ്മുടെ ഒരു ബാഡ് കഫൊക്കെയാണ് ഉണ്ടാക്കിയിരുന്നത്. ആനിമൽസിലും അല്ലെങ്കിൽ ബേർഡ്സിലൊക്കെ ഒരു ബാഡ് കഫ്, അതിന് ഭയങ്കരമായിട്ടുള്ള ചുമ, അല്ലെങ്കിൽ ലങ്സിലുള്ള ഇഷ്യൂസ് ആണ് കൂടുതലും നമുക്ക് കാണാൻ പറ്റുക. നടക്കാൻ പറ്റില്ല, ആനിമൽസിന് നടക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ വാക്കിംഗ്, സീഷേഴ്സ് ഒക്കെ വരും. ആനിമൽസിന് സീഷേഴ്സ് ഒക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ 2004 ഒരു കേസുകളൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെയാണ്. പക്ഷേ ലേറ്റസ്റ്റ് കേസ് 2024 കേസ് പഠിക്കുമ്പോഴാണ് ഇത് വളരെ ഡിഫിക്കൽട്ട് ആവുന്നത്. കാരണം ഇപ്പോൾ ഇത് ലങ്സിൽ മാത്രമല്ല, ഇതിന്റെ ബ്രെയിനിലും എഫക്ട് ചെയ്ത് തുടങ്ങി. സോ വെൻ ഇറ്റ് എഫക്ട്സ് ദ ബ്രെയിൻ, സീഷേഴ്സ് ഒക്കെ വരുമ്പോൾ ബ്രെയിനിനെ എഫക്ട് ചെയ്ത് തുടങ്ങുമ്പോൾ അത് വലിയൊരു കൺസേൺ ആയി. അപ്പൊ മൊത്തത്തിൽ ഇത് മാറി. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് പണ്ട് ബേർഡ്സിലേക്കായിരുന്നു കാണുന്നത്, പതുക്കെ ഇപ്പൊ ഹ്യൂമൻസിനും എഫക്ട് ചെയ്ത് തുടങ്ങിയതിന്റെ എക്സാമ്പിൾസ് നമുക്ക് ഒരുപാടുണ്ട്. ബേർഡ് ഫ്ലൂ H5N1 ഹ്യൂമൻസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻസിനെ എഫക്ട് ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോൾ ലാർജ് സ്കെയിൽ കൗസിനെയും എഫക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു മാറ്റമാണ്, വൈറസിന്റെ ഒരു തരം ഡിഫറൻസ് ആണ്. പുതിയ വൈറസിന്റെ പുതിയ വേർഷൻസ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ കാണുന്നത്. അപ്പൊ ഈ മൊത്തം ആർട്ടിക്കിൾ നിങ്ങളിത് മൊത്തം വായിച്ചാലും നിങ്ങൾക്ക് ഈ ഒരു കാര്യം മാത്രം, ഇതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ സമ്മറിയാണ് പറഞ്ഞത്, എത്ര വായിച്ചാലും ഇത് തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ പറയുന്നത്, റൈറ്റിംഗ് ബൈ ഹാൻഡ് ഇസ് ബെറ്റർ ഫോർ ലേണിംഗ്. അത് പലപ്പോഴും നമ്മൾ ഡിജിറ്റലി നോട്ട് എഴുതുന്നതും നമ്മൾ കൈ കൊണ്ട് ഇതേപോലെ റൈറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ ബ്രെയിൻ കുറച്ചും കൂടെ ആക്ടിവേറ്റഡ് ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കാനോ മെമ്മറിയോ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അത് ആലോചിച്ചിട്ട് അത് എഴുതുന്നത് ബ്രെയിനിന് കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഇതിൽ പറയുന്നത്. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ന്യൂസ്. അത് തന്നെ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിൽ പറയുന്നത്, ഡീപ്പ് സ്ലീപ്പ്, നല്ലോണം ഉറങ്ങിക്കഴിഞ്ഞ് ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ലോങ് ടേം മെമ്മറി നന്നാവുന്ന ഒരു സ്റ്റഡി പറയുന്നുണ്ട്. ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. പിന്നെ അടുത്തത്, എക്സ്പോഷർ ലിങ്ക് ടു ബ്ലഡ് ക്ലോട്ട്സ് ഇൻ വെയിൻസ്. ഈ എയർ പൊല്യൂഷൻ ഉള്ള സ്ഥലത്ത് പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് ക്ലോട്ട്സ് ഭയങ്കര ഇഷ്യൂ ആണ്. നമ്മളിപ്പോൾ ഓൾറെഡി ഹീമോഫീലിയയെ കുറിച്ച് പറഞ്ഞതും, increased risk of blood clots that can occur in deep veins which untreated can block blood flow. ഈ ബ്ലഡ് ക്ലോട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലോട്ട് വരുന്തോറും ബ്ലഡ് ഫ്ലോ മുന്നോട്ട് ഫ്ലോ ഉണ്ടാവില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ആവും. അപ്പോൾ ഈ എയർ പൊല്യൂഷൻ, അപ്പോൾ ഡൽഹിയിലും ഈ ഭയങ്കര പൊല്യൂഷനുള്ള സിറ്റീസിൽ താമസിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ അറിയില്ല, കുറേ കഴിയുമ്പോൾ നമ്മുടെ ബ്ലഡ്, ഇതിന് ഭയങ്കരമായ ബ്ലഡ് ക്ലോട്ടായിട്ട് ബന്ധമുണ്ട് ഡീപ്പ് വെയിൻസിൽ. അത് കുറേ കഴിയുമ്പോൾ ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ആവും, സീരിയസ് കോംപ്ലിക്കേഷനും മരണം വരെ സംഭവിക്കാം എന്ന് പറയുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഡൽഹിയിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കുന്നത്, ഇപ്പോൾ വയസ്സായ ആൾക്കാർ. പിന്നെ MRI, ഒരു പുതിയ പാൻക്രിയാറ്റിക് ലീഷൻസും പാൻക്രിയാറ്റിക് ക്യാൻസറും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. MRIയുടെ പുതിയൊരു വേർഷനാണ് DTI. ഇറ്റ്സ് കോൾഡ് ഡിഫ്യൂഷൻ ടെൻസർ ഇമേജിങ്. ഇത് ഇമ്പോർട്ടൻറ്റ്, ഇത് ഓർത്ത് വെച്ചാൽ അത് MRI ഒക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ പല ആൾക്കാർക്കും പേടിയാണല്ലോ ഇവിടെ കിടന്നിട്ട്. ഡെഫിനറ്റ്ലി ഇതിനകത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. സോ ഇറ്റ്സ് കോൾഡ് DTI, ഡിഫ്യൂഷൻ ടെൻസർ ഇമേജിംഗ് എന്നാണ് അതിൻ്റെ പേര്. പാൻക്രിയാറ്റിക് ക്യാൻസറും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ഇത് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ. ഇന്നത്തെ ഞാൻ പറഞ്ഞില്ലേ, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ പറഞ്ഞു.
കാരണം നമ്മളിത് പിന്നീട് പറയുമെന്നു വെച്ചാൽ നമ്മൾ പ്രധാനപ്പെട്ട നിങ്ങളുടെ ആ മെയിൻ ഫോക്കസ് നിങ്ങൾ ഇത്രയും ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ് നോക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് മെയിനായിട്ടുള്ള പ്രധാനപ്പെട്ട നമുക്ക് ഇതിലേക്ക് വരാം. ഇതിൽ വേറൊന്നുമല്ല, പാർലമെന്റിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ട് പറയുകയാണ്. കോൺഗ്രസ് ബി ജെ പി ഗവൺമെന്റ് നെഹ്റു ഫാമിലിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. കാരണം നെഹ്റു ആണ് ഏറ്റവും കൂടുതൽ കോൺസ്റ്റിറ്റ്യൂഷനെ സബ്വേർട്ട് ചെയ്തെന്ന് പറയുന്നുണ്ട്. ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ മുഴുവൻ പല കാരണം കൊണ്ടും നശിപ്പിച്ചത് നെഹ്റു ഫാമിലി ആണെന്നാണ് മോഡി പറയുന്നത്. എനിവേ ദാറ്റ് ഇസ് വൺ. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ സംഭവം ഓർത്ത് വെച്ചാൽ മതി. സൗത്ത് കൊറിയ ലോ മേക്കേഴ്സ് ഇംപീച്ച് പ്രസിഡന്റ് ഫോർ മാർഷ്യൽ ലോ ബിൽ. അവിടുത്തെ പ്രസിഡന്റിനെ, നമ്മളിപ്പോൾ വൈസ് പ്രസിഡന്റിന് ഇംപീച്ച്മെന്റ് പറഞ്ഞപ്പോൾ സൗത്ത് കൊറിയയിലെ പ്രസിഡന്റിനെ ആൾക്കാരെല്ലാവരും കൂടി ഇംപീച്ച് ചെയ്ത് കളഞ്ഞു, അവിടുത്തെ ലോ മേക്കേഴ്സ്. കാരണം അവിടുത്തെ പ്രസിഡന്റ് മാർഷ്യൽ ലോ കൊണ്ടുവരാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വാട്ട് യു മീൻ ബൈ മാർഷ്യൽ ലോ? ഇറ്റ് ഈസ് എ ലാസ്റ്റ് റിസോർട്ട്. പട്ടാളം അല്ലെങ്കിൽ മിലിറ്ററി ഭരണം കൊണ്ടുവരാന്ന് പറയുമ്പോൾ എല്ലാ റൈറ്റ്സും എല്ലാം സസ്പെൻഡ് ആവും, ആൾക്കാർക്ക് റൈറ്റ്സ് ഒന്നും ഇല്ലാണ്ടാവും. സോ ഇത്തരത്തിലൊരു മൂവ് വന്നപ്പോൾ തന്നെ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്ത് കളഞ്ഞു. സൗത്ത് കൊറിയൻ ലോ മേക്കേഴ്സ് ഇംപീച്ച് പ്രസിഡന്റ് യൂൺ സൂക് യോൾ over his failed martial law bid with opposition declaring a victory of the people. അത്രയും ആൾക്കാർ, over 204 voted to impeach the president. 3 പേര് എഗെയിൻസ്റ്റ് ആയിട്ട് 3 പേര് അബ്സ്റ്റെയിൻ ചെയ്തു. എന്തായാലും പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്ത് കളഞ്ഞു. മാർഷൽ ലോ കൊണ്ടുവരാൻ നോക്കിയതാണ്. അപ്പോൾ ആർമി കൺട്രോൾ ചെയ്ത ഒട്ടും നല്ലതല്ല. അപ്പോൾ അതാണ് ഇതിന് പ്രധാനപ്പെട്ട മറ്റു വാർത്തയും. പിന്നെ പരസ്യം മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റ് വാർത്ത നോക്കുമ്പോൾ ഇനി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ നോക്കി പോവാം. കേരള ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇവിടെ പറയുന്നത്. കേരള ഗവൺമെന്റ് മിസ്യൂസ് ഓഫ് പെൻഷൻ. അർഹതപ്പെടാത്ത കുറേ ആൾക്കാർക്ക് പെൻഷൻ കിട്ടി. കേരളത്തിലെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കുറേ ആൾക്കാർക്ക് പെൻഷൻ കിട്ടി, അർഹിക്കുന്ന കുറേ ആൾക്കാർക്ക് പെൻഷൻ കിട്ടിയതുമില്ല. അപ്പോൾ ഗവൺമെന്റ് തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഈ 2 കാര്യങ്ങളാണ്. ഒന്ന്, കിട്ടാത്ത റെക്കഗ്നൈസ്ഡ് അല്ലെങ്കിൽ ഡിസർവിങ് അല്ലാത്ത ആൾക്കാർക്ക് പെൻഷൻ കിട്ടിയവരെല്ലാം തിരിച്ചടയ്ക്കണം. ദേ ഷുഡ് ഗിവ് ബാക്ക്. തിരിച്ചടയ്ക്കണം. ദേ ഷുഡ് ഗിവ് ബാക്ക് എന്ന് മാത്രമല്ല, ഇതിന് ഈ പെൻഷൻ ഇങ്ങനെ പോകാൻ കാരണമായ കുറെ ആൾക്കാരുണ്ടല്ലോ, വർക്ക് ചെയ്യുന്ന ആൾക്കാർ, നമ്മുടെ ഓഫീസിലെ ഗവൺമെന്റ് മെഷീനറി അല്ലെങ്കിൽ ഓഫീസിലെ ഇതിനു വേണ്ടി വർക്ക് ചെയ്ത ആൾക്കാർക്കെതിരെ സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ പെൻഷൻ മിസ്യൂസ് ചെയ്തത് കേരളത്തിന്റെ ഒരു പ്രധാന വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. സോഷ്യൽ സെക്യൂരിറ്റി പെൻഷന്റെ മിസ്യൂസ്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത, റോ ഇൻ കേരള സീക്സ് മണി ഫോർ എയർ. ഇത് നിങ്ങൾ വിശ്വസിച്ചാലില്ലെങ്കിൽ ഇങ്ങനെ ഒരു വാർത്തയുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ കേരള ഗവൺമെന്റ് ഉണ്ട്, ഇപ്പുറത്തെ സൈഡിൽ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, സെൻറ്റർ ഉണ്ട്. ഇതിൽ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2004 തൊട്ട് ഇന്ന് 2024 വരെ ഏകദേശം ഒരു 20 വർഷത്തെ കേരളത്തിൽ നടന്ന കലാമിറ്റിയിലെല്ലാം നിങ്ങൾ കാണുന്ന ഹെലികോപ്റ്റർ കണ്ടില്ലേ? നിങ്ങൾ ഈ കാണുന്ന ഹെലികോപ്റ്റർ എല്ലാം ഇങ്ങനെ എയർ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി, എയർ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി സെൻട്രൽ ഗവൺമെന്റിന് ഒരുപാട് പൈസ ചിലവായിട്ടുണ്ട് ഇത്രയും വർഷം കൊണ്ട്. അപ്പം വേറൊന്നുമല്ല, ഇത്രയും വർഷം കൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് എയർ റെസ്ക്യൂ മിഷൻസിനൊക്കെ വേണ്ടി കേരള ഗവൺമെന്റിന് വേണ്ടി കേരളത്തിന് വേണ്ടി കുറെ പൈസ ചിലവാക്കിയിട്ടുണ്ട്. ഏകദേശം 136 കോടി വരും. അതങ്ങ് തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. കേരള ഗവൺമെന്റ് തിരിച്ചു കൊടുക്കാം. അപ്പോൾ കേരളം ചോദിക്കുന്ന വയനാടിന്റെ ഇഷ്യൂ കഴിഞ്ഞാൽ കേരളം ഓൾറെഡി ഒരു ബഡ്ജറ്റ് ഡിഫിക്കൽട്ടിയിലാണ് നിൽക്കുന്നത്. അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. കേരള ഈസ് ഓൾറെഡി ഓൺ എ വെരി ടൈറ്റ് ബഡ്ജറ്റ്. ഇതിന്റെ ഇടയിൽ കൂടെ 136 കോടി സെൻട്രൽ ഗവൺമെന്റിന് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടും എയർ റെസ്ക്യൂ ഉപയോഗിച്ചുകൊണ്ട് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടൊരു കാര്യമാണ്. പക്ഷെ എന്നാലും സെൻട്രൽ ഗവൺമെന്റ് ചോദിച്ചിട്ടുണ്ട്. 132 കോടി രൂപയാണ് എയർ എവാക്യുവേഷന്റെ ചാർജ്. 2004 മുതൽ ഇന്ത്യൻ എയർഫോഴ്സ് ക്യാരി ചെയ്തതാണെങ്കിലും മറ്റാൾക്കാർ ക്യാരി ചെയ്തതാണെങ്കിലും ഇത്രയും സംഭവങ്ങൾ തിരിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. സോ അത് കേരള ഗവൺമെന്റ് കൊടുക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഇനി നമുക്ക് പൊളിറ്റിക്കൽ വാർത്തകൾ മാറ്റിക്കഴിഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. വാട്ട് ഇസ് ദിസ് പോലവാരം പ്രൊജക്ട്? എവിടെയാണ് പോലവാരം പ്രൊജക്ട്? ഇത് വേറൊന്നുമല്ല, യു ഷുഡ് ഹാവ് എൻ ഐഡിയ. പോലവാരം പ്രൊജക്ട് എന്ന് പറയുന്നത് ഗോദാവരി നദിയിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റ് ആണ് ആന്ധ്രയിൽ. സോ റിമെമ്പർ, ഗോദാവരി നദിയിൽ ആന്ധ്രാപ്രദേശിലുള്ളതാണ് പോലവാരം അല്ലെങ്കിൽ പോളവാരം പ്രൊജക്ട് എന്ന് പറയുന്നത്. പോളവാരം ഈ പ്രൊജക്ട് വരുമ്പോൾ ഒഡീഷയ്ക്ക് ഇത്രയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒഡീഷ ഗവൺമെന്റിന് ഇത്രയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവിടുത്തെ ചില സ്ഥലങ്ങൾ മൽക്കൻഗിരി പോലത്തെ ആന്ധ്രാപ്രദേശിന് അടുത്ത് കിടക്കുന്ന കുറെ വില്ലേജുകളും ഗ്രാമങ്ങളും ഉണ്ട്. ഇപ്പോഴും ഒഡീഷയുടെ ആണോ ആന്ധ്രാപ്രദേശിനാണോ തർക്കത്തിൽ കിടക്കുന്ന സ്ഥലമുണ്ട്. ഈ പോളവാരം പ്രൊജക്ടിന്റെ ഈ ഒഡീഷയുടെ അടുത്തുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന ബാക്ക് വാട്ടറും കുറെ കാര്യങ്ങളും കൊണ്ടും ഒഡീഷയിലെ കുറെ വില്ലേജസ് സബ്മർജ്ഡ് ആയി പോകും. ഈ വെള്ളത്തിൽ ഇവരുടെ എല്ലാം നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് പോളവാരം പ്രൊജക്ട് ഒഡീഷ ഗവൺമെന്റ് അത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് അവിടുത്തെ ട്രൈബൽ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാർക്ക്.
ഇത് ഇത്ര തന്നെ ഉള്ളൂ. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്രയും പോയിന്റ്സ് തന്നെയാണ് കാണുന്നത്. ഇതിൽ അജിറ്റേഷൻ ഉണ്ട്. യെസ്, ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ മേജറായിട്ട് അത്ര തന്നെ ഉള്ളൂ. അവിടുത്തെ ട്രൈബൽ ആൾക്കാർക്കും ഭയങ്കര ഇമ്പാക്റ്റ് ആണ്. അപ്പോൾ അവിടുത്തെ ആ പ്രൊജക്റ്റ്, അപ്പോൾ പോളവാരം പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ എന്ത് പ്രൊജക്റ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി ഒരു ക്ലാരിറ്റി ഉണ്ടാവണമെന്നും കൂടെ ഇവിടെ മനസ്സിലാക്കണം. സോ പിന്നെ അടുത്തത് പ്രധാനപ്പെട്ടത്, അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തത് നിയമത്തിന്റെ വഴിക്ക് നടക്കും. സ്റ്റാർ ആണെങ്കിലും എല്ലാവരും തുല്യരാണെന്നാണ് പറയുന്നത്. സോ ആർട്ടിക്കിൾ 14 ഒക്കെയാണ് ഇവർ പറയുന്നത്. നമ്മൾ പറഞ്ഞത് ഇക്വാലിറ്റി ഓഫ് ലോ അല്ലെങ്കിൽ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ ആർക്കും മുകളിലൊന്നും അല്ല അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തത്. അത് ഇങ്ങനൊരു വാർത്ത വരുന്നുണ്ട്. സോ പിന്നെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ വാർത്തകൾ മാറ്റിക്കഴിഞ്ഞാൽ we should how a famed campus of Meghalaya oldest university slipped down the slippery slope. ഇത് വേറൊന്നുമല്ല, ഇറ്റ്സ് എ ഫേമസ് യൂണിവേഴ്സിറ്റി. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ്. അവിടുത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നെഹു യൂണിവേഴ്സിറ്റി. പ്ലീസ് റിമെമ്പർ, നെഹു യൂണിവേഴ്സിറ്റി അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയാണിത്. നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റി. ഒരു കാലത്ത് ഇതിൽ പറയുന്നുണ്ട് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഷില്ലോങ്, മേഘാലയയുടെ ക്യാപിറ്റൽ നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റി നെഹു എന്ന് പറയുന്ന ഒരു കാലത്ത് അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആയിരുന്നു. പക്ഷെ ഇന്ന് ഈ യൂണിവേഴ്സിറ്റി കംപ്ലീറ്റ്ലി തകർന്നു പോയെന്നാണ് പറയുന്നത്. റാങ്കിങ് കൊണ്ടാണെങ്കിലും അവിടുത്തെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആണെങ്കിലും ഇവിടെ കുറേ ആൾക്കാരുടെ വേക്കൻസി, ട്രൈബൽ ഫാക്കൽറ്റീസിനെ ഒന്നും ഒരു സാധാരണ ട്രൈബൽ ഫാക്കൽറ്റീസിനൊന്നും ഉൾപ്പെടുത്തുന്നില്ല. സോ ക്വാളിറ്റി കൊണ്ടും സ്റ്റുഡൻസ് കൊണ്ടും ഫണ്ടിങ് കൊണ്ടും ഒരുപാട് കാര്യം കൊണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പഴയ പേരൊക്കെ താഴെ പോയി. സോ പ്ലീസ് റിമെമ്പർ ദ യൂണിവേഴ്സിറ്റി ഈസ് നെഹു യൂണിവേഴ്സിറ്റി. ഇറ്റ്സ് നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയുടെ പരിതാപകരമായ അവസ്ഥയാണ് പറയുന്നത്. അവിടുത്തെ ടീച്ചേഴ്സ്, ഫാക്കൽറ്റി എല്ലാം പ്രശ്നമാണെന്നില്ലേ. നമ്മൾ അത്രയും മനസ്സിലാക്കി വയ്ക്കുക. അധികം ഡെപ്തിലേക്ക് ഞാൻ പോകുന്നില്ല. ആൻഡ് മൂവിങ് ഓൺ, പരസ്യങ്ങൾ അവിടെ നാഷണൽ ഗെയിംസ് ആണ്. 38th നാഷണൽ ഗെയിംസ് ഉത്തരാഖണ്ഡിൽ മിനിസ്റ്ററൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. പിന്നെ പരസ്യം ക്ലാസിഫൈഡും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നാഷണൽ ന്യൂസിൽ നമുക്ക് പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ നോക്കിയാൽ നമ്മുടെ ഇന്നത്തെ മെയിൻ വാർത്തകൾ കഴിഞ്ഞു. ഹരിയാന പോലീസ് യൂസ് ടിയർ ഗ്യാസ് വാട്ടർ കാനൻസ് ഓൺ ഫാർമേഴ്സ്. ദില്ലി ചലോ എന്ന് പറഞ്ഞ കുറേ ഫാർമേഴ്സ് ഓൾറെഡി പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും MSP, മിനിമം ലീഗൽ ഗ്യാരണ്ടി ഓൺ MSP. നമുക്ക് ഓൾറെഡി അറിയാം മിനിമം സപ്പോർട്ട് പ്രൈസ് എന്നുള്ളത് ഗവൺമെന്റ് ഫാർമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒരു നിശ്ചിത തുക കൊടുത്ത് ആ പ്രൈസ് കൊടുത്ത് ആ ക്രോപ്പ് വാങ്ങും. മാർക്കറ്റിൽ ആ പ്രൈസിന്റെ ക്രോപ്പ് താഴെ പോവോ അല്ലെങ്കിൽ മഴ പെയ്യോ അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാരണം നശിച്ചു പോവോ എന്ത് സംഭവിച്ചാലും ഗവൺമെന്റ് ഒരു നിശ്ചിത ഒരു തുകയ്ക്ക്, ഒരു പ്രൈസിന് ആ ക്രോപ്പ് കർഷകരുടെ കയ്യിൽ നിന്ന് വാങ്ങും. അതാണ് മിനിമം സപ്പോർട്ട് പ്രൈസ്. അത് കർഷകർക്ക് വലിയൊരു സപ്പോർട്ടും കൂടാണ്. അപ്പോൾ അവരിപ്പോൾ ഒരുപാട് ക്രോപ്സിൽ ഒരുപാട് ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, ദില്ലി ചലോ ഫുട് മാർച്ചിന്റെ ഭാഗമാണ്. ശംഭു അംബാല ബൗണ്ടറി, പഞ്ചാബിന്റെ അടുത്തുള്ള ഇവിടെ ഹരിയാനയിൽ ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. ഫാർമേഴ്സിനെതിരെ ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. ഇവർ പരാതി പറഞ്ഞിട്ടുണ്ട്. ഈ ഫാർമേഴ്സിൽ കൊടുത്ത ടിയർ ഗ്യാസ് വിട്ടതിൽ വെള്ളം, ഈ ടിയർ ഗ്യാസും ഇതും എന്താണെന്ന് വെച്ചാൽ വാട്ടർ ക്യാനൻസിലൊക്കെ കെമിക്കൽ ആഡ് ചെയ്ത വെള്ളമാണ്. ഭയങ്കര പ്രശ്നമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇതിന് വെള്ളം ഹൈ പ്രഷറിലാണ് നമ്മുടെ ദേഹത്ത് അടിക്കുക. നമുക്ക് നല്ല പെയിൻഫുൾ ആയിരിക്കും. അപ്പോൾ പണ്ട് കേരള ഗവൺമെന്റ് ഇതേപോലെ ട്രിവാൻഡ്രത്ത് സെക്രട്ടേറിയറ്റിൽ അടിക്കുന്ന സമയത്ത് അന്ന് എനിക്ക് തോന്നുന്നൊരു വാർത്ത ഉണ്ടായിരുന്നു, ഇതിലെ വെള്ളം എവിടെ നിന്നാണ് എടുക്കുന്നില്ലേ. അതിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ വെള്ളയാനി കായലിന്റെ അടുത്ത് ഏതോ തോട്ടിന്റെ അവിടെ നിന്നാണ് വളരെ മോശപ്പെട്ട വെള്ളം എടുത്തിട്ടാണ്. ഇറ്റ്സ് എ വെരി വിയേർഡ് കോമ്പിനേഷൻ. അത്രയും മോശപ്പെട്ട വെള്ളം എടുത്തിട്ടാണ് ആൾക്കാരുടെ മേത്ത് അടിക്കുന്നത്. അപ്പോൾ ആൾക്കാർക്ക് ഒരുപാട് പേര് ട്രീറ്റ്മെന്റിലായിരുന്നു. കാരണം ഈ വെള്ളം കൊണ്ട് ദേഹത്ത് വന്നിട്ട് ദേഹത്ത് ചൊറിഞ്ഞിട്ട് പല സ്കിൻ ഡിസീസസ് ഉണ്ടായി. അപ്പോൾ അത് ഒരു ഇൻഹ്യൂമൻ വാർത്ത. ഞാൻ വാട്ടർ ക്യാനൻ കണ്ടപ്പോൾ ഞാൻ ഓർത്താണ് ഓൾറെഡി ഇങ്ങനെ ഒരു കേസ് ഇങ്ങനെ നമുക്കുണ്ടായിരുന്നു, ഇങ്ങനെ വെള്ളം കാരണം ഒരു പ്രശ്നം ഉണ്ടായത്. അപ്പോൾ അത് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഹരിയാനയിൽ ഇതാണ് പ്രധാനപ്പെട്ട സംഭവം. ഡ്രൈവ് അഗെയിൻസ്റ്റ് പവർ തെഫ്റ്റ് എൻക്രോച്ച്മെന്റ് നിഗർ സാമ്പാൽ മസ്ജിദ് എന്തായാലും നമ്മുടെ കറണ്ട് അഫയേഴ്സ് വാർത്തയിൽ നിൽക്കുകയാണ്. പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിൽ ഇതിനിപ്പോൾ പള്ളിയാണോ ഇത് പണ്ട് അമ്പലമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇനി എന്താവും അവസ്ഥ നമുക്കറിയില്ല. അവിടെ പവർ ത്രെഫ്റ്റ് നടന്നിരിക്കുകയാണ്. ഇല്ലീഗലായിട്ട് ഒരു സ്റ്റേഷനൊക്കെ ഉണ്ടാക്കി, പവർ സ്റ്റേഷനൊക്കെ ഉണ്ടാക്കി ഇല്ലീഗലായിട്ട് ഇലക്ട്രിസിറ്റി അടിച്ചു മാറ്റിയവർ ആ സ്ഥലത്ത്. അവിടെയുള്ള എല്ലാവരും, ആ ഭാഗത്തുള്ള എല്ലാവരും ഇല്ലീഗൽ ഇലക്ട്രിസിറ്റി, അതാണ് പവർ തെഫ്റ്റ് എന്ന് പറയുന്നത്. പവർ അവിടുത്തെ ഒരു പുതിയ ഇതൊക്കെ കൊണ്ടുവന്ന് അവർ എത്രയും പവർ ചീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇല്ലീഗൽ ഇലക്ട്രിക് കണക്ഷൻ 300 to 400 ഹൗസസ്, പള്ളികളിലെല്ലാം ഇല്ലീഗൽ ഇലക്ട്രിസിറ്റി ആണെന്നാണ് ഇപ്പോൾ വാർത്ത വരുന്നത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെ അടുത്തത് ആസിഡ് സർവൈവറിന് റിലീഫ് കിട്ടിയെന്ന് പറയുന്നുണ്ട്. ആസിഡ് മുഖത്ത് വീണ് കേസ് കൊടുത്ത് 23 വയസ്സായ ആസിഡ് സർവൈവറിന് 15 ലക്ഷം രൂപ കോമ്പൻസേഷൻ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ബസ്താർ, ഛത്തീസ്ഗഡിലെ വില്ലേജ് ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് വാർത്തയാണ്. അവർ ആദ്യമായിട്ട് അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് TV കാണുന്നത്. മാവോയിസ്റ്റ് അറ്റാക്ക് നടന്ന സ്ഥലമാണ്. അപ്പോൾ മാവോയിസ്റ്റ് സ്ഥലങ്ങളെല്ലാം അറ്റാക്ക് നടന്നതിന് ശേഷം ഗവൺമെന്റ് റീബിൽഡിംഗ് പ്രോസസ്സിലാണ്. വി ആർ ട്രൈങ് ടു റീബിൽഡ് ദ പ്ലേസസ്. ഇങ്ങനെ റീബിൽഡിംഗ് നടക്കുമ്പോൾ
അവിടെ ആദ്യമായിട്ടാണ് ആ ഒരു TV കാണുന്നത്. നല്ലൊരു ഇറ്റ്സ് എ വെരി ഹാപ്പി തിങ്. അവിടുത്തെ കുട്ടികളും ഇതൊക്കെ എൻ്റർടൈൻമെൻറ്റ് ആദ്യമായിട്ടാണ് ഇത് കിട്ടുന്നത് അവർക്ക്. സോ ഇതിലും മോഡി ഈസ് എ ഡിസ്റ്റോറിയൻ എക്സലൻസ്. എന്താണ് ഡിസ്റ്റോറിയൻ? അങ്ങനെ ഒരു വാക്കില്ല. ഇതെന്ന് ഉദ്ദേശിച്ചത് ഡിസ്റ്റോർട്ട് ഹിസ്റ്ററി എന്നാണ്. ചരിത്രം വളച്ചൊടിച്ചു. ഹിസ്റ്ററി ഡിസ്റ്റോർട്ട് ചെയ്തുകൊണ്ടാണ് ഡിസ്റ്റോറിയൻ എന്ന് വിളിക്കുന്നത്. ചരിത്രം അത് അവർ തമ്മിലുള്ള ഡിസ്കഷനാണ്. രാഹുൽ ഗാന്ധി പറയുന്നത് ഇന്ത്യ മൊത്തം മനുസ്മൃതിയിലാണ് ഇവർ ഓടിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ഇങ്ങനത്തെ കുറേ പൊളിറ്റിക്കൽ വാർത്ത വരും, നമ്മൾ അതിനകത്ത് നോക്കിയാൽ മതി. അംബേദ്കർ, കോൺഗ്രസ് നെവർ ഗേവ് ഇറ്റ്സ് ഡ്യൂ ടു അംബേദ്കർ, ഷുഡ് അപ്പോളജൈസ് ടു ലെസൺ ഇറ്റ് സിൻസ്. അംബേദ്കറിനെ കുറിച്ച് പറയുന്നതാണ്. അംബേദ്കറിനെ നമ്മുടെ ലോ മിനിസ്റ്റർ കിരൺ റിജു പറയുന്നതാണ്, അംബേദ്കറിന് വേണ്ട ഒരു പരിഗണന കോൺഗ്രസ് ഗവൺമെന്റ് കൊടുത്തിട്ടില്ല എന്നാണ്. സോ നമുക്ക് മോഡേൺ ഇന്ത്യയിൽ സിവിൽ സർവീസിൽ യു ഷുഡ് ബി ഡെഫിനറ്റ്, ഇതിപ്പോൾ 5ാമത്തെ 6ാമത്തെ പ്രാവശ്യം അംബേദ്കറിനെ കുറിച്ച് വാർത്ത വരുന്നത്. യു ഷുഡ് ബി വെൽ അവെയർ അബൌട്ട് അംബേദ്കർ ആൻഡ് ഹിസ് റോൾ ഇൻ ഫ്രീഡം സ്ട്രഗിൾ. വളരെ കൃത്യമായിട്ട് തന്നെ ഓർത്ത് വേണം. ഇനി ഇതൊക്കെ പ്രധാനപ്പെട്ട മറ്റു വാർത്തകളിലെ പൊളിറ്റിക്കൽ വാർത്തകളാണ്. NIAയുടെ അറ്റാക്കും ഇതും. കോട്ട് ഇൻ ദ വോർട്ടെക്സ് ഓഫ് ഗോൾഡൻ ട്രയാങ്കിൾ. ഇത് വേറൊന്നുമല്ല. ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ കൊണ്ടുവരുന്നത് തന്നെ ഇതാണ്. കോട്ട് ഇൻ ദ വേർട്ടെക്സ് ഓഫ് ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല. ഈ ഗോൾഡൻ ഇവിടെ നിന്നുള്ള പ്രധാനപ്പെട്ട കുറേ ആൾക്കാർ, ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും മ്യാൻമാറിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ട്രാപ്ഡ് ആണ്. അവരവിടെ പെട്ടുപോയി, ജോലിയില്ലാതെ അവിടെ പെട്ടുപോയി. അവിടെയെല്ലാം അവർ പല ജോലികളാണ് ചെയ്യുന്നത്. സൈബർ ക്രൈം, അവിടുത്തെ കാസിനോസിൽ വളരെ മോശപ്പെട്ട ജോലികളാണ് ആൾക്കാർ ചെയ്യുന്നത്. നമ്മൾ പെട്ടുപോവാണ്. പല ആൾക്കാരും നല്ല ജോലിക്ക് വേണ്ടി പോകാൻ പോയിട്ട് ഇവരെല്ലാം മനുഷ്യനെ കടത്തുക എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറഞ്ഞ പോലെ. നിങ്ങൾ ഇവിടെ നിന്ന് പൈസ കൊടുത്ത് ഒരു ഏജന്റിന്റെ കയ്യിൽ പൈസ കൊടുത്തു, ഏകദേശം 1.5 മുതൽ 2 ലക്ഷം വരെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പോകാൻ ആഗ്രഹിച്ച സ്ഥലം ദുബായ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ UAE ആണെന്ന് വിചാരിക്കുക. പക്ഷെ നിങ്ങൾ ശരിക്കും പോകുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ലാവോസ് പോലത്തെ സ്ഥലത്താണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ലാവോസിലുള്ളൊരു സ്ഥലമാണ്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ലാവോസിലൊക്കെ പോയി അവിടെ വേറൊന്നുമില്ല. ഈ കാസിനോവും ചൂതാട്ടവും ഇതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇല്ലീഗൽ ക്രൈംസ്, ഡ്രഗ്സ്, ഇങ്ങനത്തെ ജോലികളിലെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ആൾക്കാർ പെട്ടുപോവാണ്. ദേ നോട്ട് ഏബിൾ ടു കം ബാക്ക്. അപ്പോൾ അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട പറയുന്ന കാര്യം. സോ യു ഷുഡ് നോ വേർ ദിസ് ഈ ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ, ഗോൾഡൻ ട്രയാങ്കിൾ ഉദ്ദേശിക്കുന്നത് തന്നെ ലാവോസിലാണ്, മെക്കോങ് നദിയുടെ അടുത്താണ്. സോ ഇറ്റ്സ് ഇൻ മെക്കോങ് റിവറിന്റെ അടുത്താണ്, ലാവോസിലാണ് ഗോൾഡൻ ട്രയാങ്കിൾ ഉള്ളത്. അവിടെയാണ് ഇവിടേക്കെല്ലാം പോകുന്നത്. സോ യു ഷുഡ് ഓൾസോ റിമെമ്പർ ഹ്യൂമൻ ട്രാഫിക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ലെറ്റ് മീ ഓൾസോ, ഇതിൽ യു സോ ദിസ് റൈറ്റ്, ഇതിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇതിനകത്ത് ഗോൾഡൻ ട്രയാങ്കിൾ is a special economic zone in Laos, Bokyo province, known for its Chinese-owned casinos and hotels. എത്ര ആൾക്കാരാണെന്നില്ല, എല്ലാവരും സൈബർ ക്രൈമിലും മറ്റ് ഡ്രഗ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ റിമെമ്പർ ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് യു ഷുഡ് ഓൾസോ റിമെമ്പർ a UN പ്രോട്ടോകോൾ. നാളെ സിവിൽ സർവീസിന്റെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. വാട്ട് ഈസ് UN പലർമോ പ്രോട്ടോകോൾ? കേട്ടിട്ടുണ്ടാവില്ല നിങ്ങൾ. വാട്ട് ഈസ് UN പലർമോ പ്രോട്ടോകോൾ? ഇറ്റ് ഡീൽസ് വിത്ത് വാട്ട് എന്ന് ചോദിച്ചാൽ ന്യൂക്ലിയർ എനർജി, ചൈൽഡ് ലേബർ, ഡ്രൗണിങ്, സ്വിമ്മിങ് ആൻഡ് അതേപോലെ ഹ്യൂമൻ ട്രാഫിക്കിംഗ്. ഇത് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ കോമ്പാറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇതുള്ളത്. നമ്മളിപ്പോൾ ഇതിന്റെ കോണ്ടെക്സ്റ്റ് പഠിക്കുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇതിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല, എക്സ്ട്രാ ആണത്. ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെതിരെയാണ് നമ്മളിത് ഏറ്റവും കൂടുതൽ വായിക്കുന്നത്. ഇറ്റ്സ് UN പലർമോ പ്രോട്ടോകോൾ ഫോർ ഹ്യൂമൻ ട്രാഫിക്കിംഗ്. അപ്പോൾ ഇതും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കണം. ഹാവ് എൻ ഐഡിയ ഓൺ ദിസ് വിൽ ബി ഹെൽപ്ഫുൾ. പിന്നെ ഇൻഡിഗോയുടെ ഒരു ഫ്ലൈറ്റ് എമർജൻസി വന്ന് പാകിസ്ഥാനിൽ കറാച്ചിയിൽ ലാൻഡ് ചെയ്തു. വേറെ നിവൃത്തിയില്ല. പക്ഷേ അവർ ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട്സിൽ പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്തു. നല്ല പോസിറ്റീവ് വാർത്തകൾ നമുക്ക് ഇതേപോലെ വരാറുണ്ട്. ഇൻഡിഗോ സെൻസ് 2 planes ടു ബ്രിങ് ബാക്ക് പാസഞ്ചേഴ്സ് ഹു വർ സ്ട്രാൻഡഡ് ഇൻ ഇസ്താംബുൾ. ഇൻഡിഗോന്റെ പ്ലെയിൻസിന്റെ അവസ്ഥയാണ് പറയുന്നത്. പല പ്ലെയിൻസും, ബോയിങ് കൊടുത്ത പല പ്ലെയിൻസും വളരെ മോശം കണ്ടീഷനിലാണെന്നാണ് പറയുന്നത്. ഇതിൽ എനിക്ക് തോന്നുന്നു ബോയിങ് 777 ആണ് ഒരു ഉപയോഗിച്ചിരുന്ന പ്ലെയിൻ എന്ന് പറയുന്നത്. ഐ തിങ്ക് ഇറ്റ് വാസ് എ 777 എയർക്രാഫ്റ്റ്. അപ്പോൾ പല സ്ഥലത്തും പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്നും ഇന്ത്യയിൽ നിന്ന് വേറെ സ്ഥലത്ത് പോയി, ഇവിടെ ചെല്ലുമ്പോൾ ഇവിടെ വേറെ X എന്ന രാജ്യമായിരിക്കും. ഇവിടെ നമ്മുടെ പ്ലെയിൻ ചീത്തയായി കഴിയുമ്പോൾ വേറെ വഴിയില്ല, നമുക്ക് തിരിച്ചു വരാൻ വേറെ സ്ഥലത്തേക്ക് പോകണ്ടേ. അവിടെ വെച്ച് വേറെ ഏതെങ്കിലും പ്ലെയിൻ ലീസിന് എടുക്കും, അല്ലെങ്കിൽ ബോറോ ചെയ്യും. നമ്മൾ കടം വാങ്ങിക്കില്ലേ, ക്യാൻ ഐ ബോറോ യുവർ കാർ, ക്യാൻ ഐ ബോറോ യുവർ ബൈക്ക് എന്നൊക്കെ പറയുന്നത്. ഞങ്ങൾ നിങ്ങളുടെ പ്ലെയിൻ എടുത്തോട്ടെ, എന്നിട്ട് അത് ഇൻഡിഗോ ആയിട്ട് പ്രഖ്യാപിച്ചിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുവിടും. ഡെഫിനറ്റ്ലി അതിൻ്റെ റെൻറ്റും കാര്യങ്ങളും കൊടുക്കണം. ഇതൊരു സൊല്യൂഷൻ ആണോ? നമ്മുടെ പല പ്ലെയിനുകളും വളരെയധികം ഡിഫിക്കൽട്ടിയിലാണെന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ദാറ്റ് യു ഹാവ് ടു ബി റിമെമ്പറിങ് ഓൺ ദിസ് ഗ്രൗണ്ട്. അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. പിന്നെ സെലക്ഷൻ കമ്മിറ്റി ടു ഇന്റർവ്യൂ ട്രെൻഡ് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് ഫോർ ടിസ്സിന് ഇപ്പോഴും 1 വർഷം കഴിഞ്ഞിട്ടും 1.5 വർഷം കഴിഞ്ഞിട്ടും
ഏകദേശം 2 വർഷമാകാൻ പോകുന്ന ഒരു വൈസ് ചാൻസലർ ഇല്ല, ഒരു പെർമനന്റ് വൈസ് ചാൻസലർ ഇല്ല. അപ്പോൾ ആ വൈസ് ചാൻസലറിന്റെ ഇലക്ഷൻ IIT മുംബൈയിൽ വെച്ച് IIM വെച്ച് നടന്നു. IIM മുംബൈയിലും IIMന്റെ ക്യാമ്പസിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, ഇറ്റ്സ് എ വെരി റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ. ഇനി അടുത്തത് നമുക്ക് സിവിൽ സർവീസിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് ഞാനിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ബിസിനസ് പേജിലേക്ക് നമ്മൾ കടക്കേണ്ടത്, ബിസിനസ് പേജിൽ കുറച്ച് കാര്യങ്ങളോട് ഇതിനകത്ത് ഷെയർ ചെയ്യാനുണ്ട്. ഞാൻ ഇതിനകത്ത് ന്യൂസിൽ ഈ ഒരു ഇതും കൂടെ പെട്ടെന്ന് ഷെയർ ചെയ്യാം. അതായത് ഇന്ത്യ കൺക്ലൂഡ്സ് EU India FTA ടു കൗണ്ടർ ലോസ് ഓഫ് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വേണമെന്നാണ് പറയുന്നത്. സോ ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പറയുന്ന മറ്റൊരു കാര്യം. യൂറോപ്യൻ യൂണിയനായിട്ട് നമുക്കിത് വേണം എന്നാണ് പറയുന്നത്. സോ ഓൾറെഡി യൂറോപ്യൻ യൂണിയന്റെ FTA ഉണ്ടായിരുന്നു. പണ്ട് ഇതിനെ വിളിക്കുന്ന പേര് യൂറോപ്യൻ യൂണിയൻ FTA എന്നായിരുന്നില്ല, BTIA എന്നാണ് പണ്ട് നമ്മൾ ഇതിനെ വിളിച്ചിരുന്നത്. BTIA, ബൈലാറ്ററൽ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എഗ്രിമെന്റ്. പ്ലീസ് റിമെമ്പർ, ബൈലാറ്ററൽ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എഗ്രിമെന്റ്. ഇതാണ് നമ്മൾ യൂറോപ്യൻ യൂണിയനായിട്ട് സൈൻ ചെയ്തിരുന്ന എഗ്രിമെന്റ്. സോ ഇറ്റ്സ് കോൾഡ് ഏർലി കൺക്ലൂഷൻ ഓഫ് യൂറോപ്യൻ യൂണിയന്റെ FTA ആണ്. സോ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വരുമ്പോൾ നല്ലതാണെന്ന് പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ട്രേഡ് 2023 നോക്കുമ്പോൾ, യു ഷുഡ് നോ ദ സ്റ്റാറ്റിസ്റ്റിക് ക്ലിയർലി, ഇറ്റ്സ് ക്ലോസ് ടു 137 ബില്യൺ, $137 ബില്യൺ ആണ് നമ്മുടേത്. ആൻഡ് അതേപോലെ തന്നെ പോർച്ചുഗലിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ BTIA. യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. എന്താണ് BTIA എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഓൾ ദിസ് കോൺസെപ്റ്റ് യു ഷുഡ് ഓൾസോ റിമെമ്പർ ആസ് സൗത്ത് അമേരിക്കൻ കോമൺ മാർക്കറ്റ് ഓർ മെർക്കോസർ. ഇതും വേറൊരു ഗ്രൂപ്പിംഗ് പോലെയാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. വാട്ട് ഈസ് മെർക്കോസർ? ദിസ് ഇസ് എ സൗത്ത് അമേരിക്കൻ കോമൺ മാർക്കറ്റ്. നമ്മൾ സൈൻ ചെയ്തത് BTIA ആണ്. അപ്പോൾ ഇത് വളരെ ഹെൽപ്ഫുൾ ആണെന്നാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പോർച്ചുഗലായിട്ടുള്ള അറേഞ്ച്മെന്റും കൂടെ പറയുന്നുണ്ട്. നമ്മൾ പോർച്ചുഗലായിട്ടുള്ള ട്രേഡ്, അപ്പോൾ ഓൾറെഡി പോർച്ചുഗലായിട്ട് ട്രേഡ് വളരെ കുറച്ചുകൂടെ ബെറ്റർ ആക്കണം. 25ാമത്തെ വർഷമാണ് നമ്മൾ വളരെ പോപ്പുലർ ആയിട്ട് ഇത് ട്രേഡ് നമ്മൾ ഇതിന്റെ ഡിപ്ലോമാറ്റിക് ഡിസ്കഷൻ കൊണ്ടുവരുന്നത്. പോർച്ചുഗലായിട്ട് വെറും 1 ബില്യന്റെ മാത്രമേ ഉള്ളൂ, വളരെ ലോ ആണ്. പിന്നെ പോർച്ചുഗലിലെ മിനിസ്റ്റർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ കഴിഞ്ഞ 500 വർഷമായിട്ട് ഇന്ത്യയിൽ ചെയ്തതെല്ലാം തെറ്റാണ്. വി ഡിഡ് എ ലോട്ട് ഓഫ് ബാഡ് തിങ്സ് ഇൻ ഇന്ത്യ. ബട്ട് ഡെഫിനറ്റ്ലി ഗോവ പോലത്തെ സ്ഥലത്ത് ഇപ്പോഴും പോർച്ചുഗീസ് റൂട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ തമ്മിൽ നല്ലൊരു ഹിസ്റ്റോറിക്കൽ റൂട്ട് ഉണ്ടെന്നും കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ യൂറോപ്യൻ യൂണിയനായിട്ട് ഇതൊക്കെ സൈൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വി ആർ സൈനിങ് വിത്ത് ദ യൂറോപ്യൻ യൂണിയൻ. ബിക്കോസ് യൂറോപ്യൻ യൂണിയൻ ഇസ് ദ ലാർജസ്റ്റ് പാർട്ട്ണർ, ഇന്ത്യയുടെ ലാർജസ്റ്റ് ട്രേഡ് പാർട്ട്ണർ ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് വെൻ യു കാൽക്കുലേറ്റ് ദ ഗുഡ്സ്. നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്ന പോലെ യൂറോപ്യൻ യൂണിയൻ ഹാപ്പൻസ് ടു ബി ഇന്ത്യസ് ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണർ ഇൻ ടേംസ് ഓഫ് ഗുഡ്സ്. ഗുഡ്സിന്റെ ഇതിൽ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണറാണ് അവർ. അപ്പോൾ പ്ലീസ് റിമെമ്പർ വാട്ട് ഇസ് മെർക്കൂസർ, സൗത്ത് അമേരിക്കൻ. ഇത് BTIA. എന്തായാലും ഇന്ത്യയുടെ ഇതിനെക്കുറിച്ച് വളരെ ഇതായിട്ട് പറയുന്നുണ്ട്. നമ്മൾ നല്ല റിലേഷനിൽ നിന്നാൽ യൂറോപ്യൻ യൂണിയൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴും നല്ലതാണ്. കാരണം ഇന്ത്യക്ക് എപ്പോഴും US-നെയും ചൈനയുടെയും ഡിപ്പെൻഡൻസി വല്ലാണ്ട് കുറയ്ക്കാൻ പറ്റും നമുക്ക്. യൂറോപ്യൻ യൂണിയൻ സ്ട്രോങ് ആയിട്ട് ഇന്ത്യ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ നമ്മൾ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവണം. ഓക്കെ, സോ അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട മറ്റ് വാർത്ത. മൂവിങ് ഓൺ ടു അസോചാം, അരവിന്ദോ ഫാർമ. യു ഷുഡ് ഹാവ് എൻ ഐഡിയ. നാളെ എക്സാമിന് ചോദിക്കുമ്പോൾ വാട്ട് ഈസ് അസോചാം നിങ്ങൾ എവിടെയെങ്കിലും കാണുമ്പോൾ ഓർത്താൽ മതി. അസോചാം ഇസ് അസോസിയേറ്റഡ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യ. ഇതൊരു ഗ്രൂപ്പിംഗ്, ഒരു ഏജൻസി പോലെയാണ്. പ്ലീസ് റിമെമ്പർ അസോചാം, അസോസിയേറ്റഡ് ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ ആണ് അസോചാം. ഇന്ന് കുറേ വാർത്തകളുണ്ട്, സോ അതുകൊണ്ട് തന്നെ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്തത് MFN ക്ലോസ് ഫ്രീസ് വോണ്ട് ഹിറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ്. ഇത് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്കാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. സ്വിറ്റ്സർലൻഡും ഇന്ത്യയും തമ്മിലുള്ള ഇഷ്യൂ ആണ്. ഓൾറെഡി DTAA, ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ്, ഇന്നലെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഇന്ത്യ എന്നുള്ള ആൾ US-ൽ വർക്ക് ചെയ്യുന്നു, US-ന്ന് ശമ്പളം ഇന്ത്യയിലേക്ക് വരുന്നു, ശമ്പളത്തിന് ടാക്സ് US-ലും കട്ട് ചെയ്യും ഇന്ത്യയിലും കട്ട് ചെയ്യും. സോ 2 പ്രാവശ്യം ടാക്സ് കട്ട് ചെയ്യണ്ട, ഒരു പ്രാവശ്യം ടെക്സ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ആ രാജ്യങ്ങൾ തമ്മിൽ DTAA വേണം. ഇതിന്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട കാര്യമാണ് MFN, ദ മോസ്റ്റ് ഫേവേർഡ് നേഷൻ. സ്വിറ്റ്സർലൻഡ് ഇത് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. സ്വിറ്റ്സർലൻഡ് ക്യാൻസൽ ചെയ്തു, കാരണം ഇന്ത്യയിൽ സുപ്രീം കോടതി ഒരു പ്രധാനപ്പെട്ട സംഭവം കൊണ്ടുവന്നു. MFN ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. നമ്മളും സേ ഒരു രാജ്യം തമ്മിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട പോർച്ചുഗലും നമ്മളിപ്പോൾ പോർച്ചുഗലാണ് ഡിസ്കസ് ചെയ്തത്. നമ്മളും പോർച്ചുഗലിനെ നമ്മൾ MFN മോസ്റ്റ് ഫേവേർഡ് നേഷനായിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, നമ്മൾ വേറൊരു രാജ്യമായിട്ട് ജർമ്മനിയായിട്ട് വേറൊരു ട്രേഡിംഗ് നടത്തി ജർമ്മനിക്ക് ഒരു ഡിസ്കൗണ്ട് കൊടുത്തു, സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുത്തു. അങ്ങനെ ഒരു ഡിസ്കൗണ്ട് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ദാറ്റ് ഡിസ്കൗണ്ട് അപ്ലൈസ് ടു പോർച്ചുഗൽ ഓൾസോ. കാരണം നമ്മുടെ മോസ്റ്റ് ഫേവേർഡ് നേഷനാണ്, MFN ടാഗ് ഉണ്ട് അവർക്ക്. നമ്മൾ അതിൽ കുറഞ്ഞതാണെങ്കിൽ കുഴപ്പമില്ല, അതിൽ കൂടുതൽ ഇവർക്ക് കിട്ടാത്ത എന്തെങ്കിലും കൂടുതൽ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ
അത് ഇവർക്കും ഓട്ടോമാറ്റിക്കലി കിട്ടുന്നതാണ്. ബൈ ഡിഫോൾട്ട് ഇറ്റ് വിൽ ഓൾസോ ഗോ ടു ദ കൺട്രി ഓൺലി ബിക്കോസ് ഇറ്റ് ഹാപ്പൻസ് ടു ബി എ മോസ്റ്റ് ഫേവേർഡ് നേഷൻ. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ സ്വിറ്റ്സർലൻഡ് ഇത് കൊണ്ടുവന്നിരിക്കുകയാണ്. സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ ഇതിനകത്ത് നമുക്ക് നമ്മുടേതായ നിയമങ്ങൾ ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ഓട്ടോമാറ്റിക്കലി ഇൻകം ടാക്സ് ആക്ട് 1961 ഇതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ സ്വിറ്റ്സർലൻഡിന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓട്ടോമാറ്റിക്കലി ഒന്നും കിട്ടുമൊന്നുമില്ല. അങ്ങനെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് ഇന്ത്യ എഫക്റ്റഡ് ആവുന്നില്ലെന്നാണ് പറയുന്നത്. കണ്ടോ, അവർ സ്വിറ്റ്സർലൻഡിലെ ടാക്സ് ഡിവിഡൻഡും ടാക്സ് റേറ്റ് 5% നിന്ന് 10% ആക്കി. സോ ഇങ്ങനെ രാജ്യങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസ് പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്വിറ്റ്സർലൻഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇന്ത്യൻ കമ്പനീസിന് ബുദ്ധിമുട്ടായി. കാരണം ഇന്ത്യൻ കമ്പനി ഓപ്പറേറ്റിംഗ് ഇൻ സ്വിറ്റ്സർലൻഡ്, ഇവർക്ക് ഇനി ടാക്സ് 5% കൊടുത്താൽ മതിയായിരുന്നു, ഇനി 10 ആവും, നാളെ ചിലപ്പോൾ 25% ടാക്സ് കൊണ്ടുവരും. അപ്പോൾ അതൊരു തരത്തിൽ ഡിഫിക്കൽട്ടാണ്. പക്ഷേ സ്വിറ്റ്സർലൻഡ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റിനും തൽക്കാലത്തേക്ക് തടസ്സമില്ല. സ്വിറ്റ്സർലൻഡ് സസ്പെൻഡ് ചെയ്തു MFN സ്റ്റാറ്റസ്, തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു. 2 രാജ്യങ്ങളുള്ള 30 വർഷത്തെ 30-year-old ഡബിൾ ടാക്സേഷൻ എഗ്രിമെന്റ് ആയിരുന്നു. ജനുവരി 1 തൊട്ട് ഇത് ഇത് വരില്ല, ഇത് പ്രാബല്യത്തിൽ വരികയാണ്. സോ നമ്മൾ ഈ കോണ്ടെക്സ്റ്റിൽ ഓർത്തിരിക്കേണ്ടത് എന്താണ് എഫ്റ്റ ബ്ലോക്ക്. ഇന്ത്യയും എഫ്റ്റ ഇന്ത്യ ട്രേഡ്, നമുക്ക് ഓൾറെഡി ടെപ്പ എന്ന് പറഞ്ഞൊരു എഗ്രിമെന്റും ഉണ്ട് സ്വിറ്റ്സർലൻഡായിട്ട്. പ്ലീസ് റിമെമ്പർ വാട്ട് ഈസ് ടെപ്പ. ടെപ്പ എന്ന് പറയുന്നത് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, ട്രേഡ് ആൻഡ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് ആണ് ടെപ്പ. സ്വിറ്റ്സർലൻഡിന്റെ കൂടെയാണ് നമുക്ക് ടെപ്പ ഉള്ളത്. സോ വാട്ട് ഈസ് എഫ്റ്റ? യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ. എഫ്റ്റ എന്ന് പറയുന്ന ഒരു ബ്ലോക്കാണ്, ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എഫ്റ്റ എന്ന് പറയുന്ന ഒരു ബ്ലോക്കാണ്. ഈ ബ്ലോക്ക് നമുക്ക് ഏതാണെന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം. ഇതിൽ പ്രധാനമായിട്ടും 4 കൺട്രീസ് ആണ് എഫ്റ്റയിൽ നമുക്കുള്ളത്. ഒന്ന് പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഒന്ന് ഐസ്ലൻഡ് ആണ്, ഒന്ന് ലിക്റ്റൻസ്റ്റൈൻ, അങ്ങനെ ഒരു രാജ്യമുണ്ട് കേട്ടോ. ലിക്റ്റൻസ്റ്റീൻ എന്നൊരു രാജ്യമുണ്ട്. 3 നോർവേ, 4 സ്വിറ്റ്സർലൻഡ്. ഇതാണ് എഫ്റ്റ. സ്വിറ്റ്സർലൻഡ്, നോർവേ, ലിക്റ്റൻസ്റ്റീൻ, ഐസ്ലൻഡ്, ഇതാണ് എഫ്റ്റ അല്ലെങ്കിൽ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ, ഈ ബ്ലോക്കിന്റെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇവരായിട്ട് ടെപ്പ ഉണ്ട്. ടെപ്പ മീൻസ് ട്രേഡ് ആൻഡ് ഈ എഗ്രിമെന്റ് ഉണ്ട്. സോ MFN clause on the DTO is being suspended as India's apex court held that it does not automatically trigger until it notified the government under Act. Indian companies. അപ്പോൾ ഇതാണ് ഞാൻ ഈ പറഞ്ഞ കഥ. ഇത്രയേ ഉള്ളൂ. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്ര തന്നെയുള്ളൂ. നമ്മുടെ ബാക്കി റിലേഷൻസ് ഒന്നും എഫക്റ്റഡ് അല്ല എന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് UPSCക്ക് ഏറ്റവും ആവശ്യമുള്ള പ്രധാനപ്പെട്ട കാര്യം M&M Servers ബിസിനസ് ടൈസ് വിത്ത് ലോകേഷ് മഹീന്ദ്ര. ഇത് വേറൊന്നുമല്ല, ലോകേഷ് മെഷീൻസ് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. ഇവര് വെപ്പൻസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയും കൂടാണ്. വളരെ ഇമ്പോർട്ടൻറ്റ്, വെപ്പൻസും മെഷീനറി ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനി ഓൾറെഡി US-ന് കുറേ സപ്ലൈ ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവർ ഈ അടുത്ത് റഷ്യക്കും സപ്ലൈ ചെയ്തു. ഈ റഷ്യക്ക് സപ്ലൈ ചെയ്തുകൊണ്ട് US-ന് ഡെഫിനറ്റ്ലി അത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ മഹീന്ദ്ര ഇവരായിട്ടുള്ള കണക്ഷൻ കട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ പ്രൈവറ്റ് പ്ലേയേഴ്സിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. ഡിസ്കണ്ടിന്യൂ ഇറ്റ്സ് ഓപ്പറേഷൻസ് ആൻഡ് യു ഷുഡ് നോ. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ബേസിക്കലി അത്ര തന്നെ ഉള്ളൂ. വേറെ ഇതിനകത്ത് നമുക്കങ്ങനെ പരീക്ഷയ്ക്ക് ആവശ്യമുള്ള കാര്യമില്ല. ഞാൻ ജസ്റ്റ് ഇൻഫർമേഷൻ പറഞ്ഞതേ ഉള്ളൂ. അടുത്തത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്, എക്സ്ട്രാ ലോങ് സ്റ്റേപ്പിൾ കോട്ടഡ് കോട്ടൺ ഇമ്പോർട്ട്സ് റീബൗണ്ട്. ഇതിനകത്ത് ഇന്ത്യസ് ഇമ്പോർട്ട്സ് ഓഫ് കോട്ടൺ, ഇന്ത്യ ഹാഡ് ഇമ്പോസ്ഡ് 11% ഇമ്പോർട്ട് ഡ്യൂട്ടി. ഇതിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നൊരു കോട്ടൺ ആണ് US-ന്ന്. ആ കോട്ടൻ്റെ പേര് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും. ഇറ്റ്സ് കോൾഡ് സുപ്പീമ കോട്ടൺ. നമ്മൾ കൊണ്ടുവരുന്ന അതിൻ്റെ ഇമ്പോർട്ട് കൂട്ടി, കാരണം ഇമ്പോർട്ടിൻ്റെ മുകളിൽ ഒരു ടാക്സ് ഉണ്ടായിരുന്നു, ഇമ്പോർട്ട് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അത് കുറച്ചു. അപ്പോൾ സുപ്പീമ കോട്ടൺ, പ്ലീസ് റിമെമ്പർ, സുപ്പീമ കോട്ടൺ എന്ന് പറയുന്നത് US-ന്ന് വരുന്ന കോട്ടൺ ആണ്. പരീക്ഷയ്ക്ക് എപ്പോഴെങ്കിലും ചോദിച്ചാൽ സുപ്പീമ കോട്ടൺ അപ്പിയർഡ് ഇൻ ദ ന്യൂസ്, അത് US-ന്ന് വരുന്നതാണ്. US-ന്നാണ് ഇമ്പോർട്ട്സ് എക്സ്പോർട്ടഡ് ബൈ ദ US ആണ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതാണ് കൂടുതൽ വാർത്തകളും. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത ഇത് തന്നെയാണ്, ഡ്രോൺസ് ട്രാൻസ്ഫോമിങ് ദ മാർക്കറ്റ്. ഡ്രോൺസ് ഇൻഡസ്ട്രി അഗ്രികൾച്ചറിനെ ഭയങ്കരമായിട്ട് മാറ്റുന്നുണ്ട്. നമ്മുടെ ഡ്രോൺ ദീദി യോജന സ്കീമൊക്കെ ഓർത്ത് വെക്കണം. വലിയൊരു മാർക്കറ്റാണ് ഇന്ത്യയുടെ ഡ്രോൺ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ബിഗ് മാർക്കറ്റ്. ഏകദേശം 2023 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം $145 മില്യൺ മാർക്കറ്റാണ് ഡ്രോണിനുള്ളത്. 2030 ആകുമ്പോൾ ബൈ 2030 ദ മാർക്കറ്റ് ഇസ് ഗോയിങ് ടു ഗ്രോ ബൈ 631 മില്യൺ, സംതിങ് വെരി ഹ്യൂജ്. അപ്പോൾ എന്തായാലും ഡ്രോൺ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് അഗ്രികൾച്ചർ ആൾക്കാർക്കൊക്കെ. അവരുടെ പെസ്റ്റിസൈഡിനും ഇതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഈ ഡ്രോൺ അഡാപ്ഷൻ അഗ്രികൾച്ചർ വിൽ റീച്ച് 80%. അടുത്ത 5 വർഷത്തെ 80% ഡ്രോൺസ് അഗ്രികൾച്ചറിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി ഗുഡ് തിങ്. എനിവേ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏകദേശം എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഏകദേശം എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.
Okay, so thank you so much and keep watching IAS Factor. And this is Arjun R. Shankar. Do subscribe to our channel and share it with your UPSC preparing friends. Okay, അടുത്ത ദിവസം കാണാം. Thank you.